ഓക്കെ, ഞാൻ പറയുന്നത് കേൾക്കണ്ടല്ലോ അല്ലേ? ഞാൻ പറയുന്നത് കേൾക്കണ്ടോ അങ്ങോട്ട്? സാർ കേൾക്കുന്നുണ്ട്. ഓക്കെ, സോ ടുഡേ വിൽ ബി സ്റ്റാർട്ടിങ് ODE. സോ ODE ആൻഡ് കാൽക്കുലസ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാറും ഞാനും കൂടി പകുതി കാൽക്കുലസ് മിക്കവാറും സാർ എടുക്കും, കാൽക്കുലസ് വേരിയേഷൻ. പിന്നെ ബാക്കി ടൈം നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തെടുക്കണ്ടോ പിന്നീട്. ഓക്കെ, അപ്പം ഇനി ഐ എം സ്റ്റാർട്ടിങ് ഫ്രം ദ ബിഗിനിങ്. ഐ എം സ്റ്റാർട്ടിങ് മൊഡ്യൂൾ 1 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ സാറ് മിക്കവാറും ഒന്ന് മൊഡ്യൂൾ 3 കാൽക്കുലസ് വേരിയേഷനായിരിക്കും സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെയാണ് ഇന്നലെ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ മുകളിലോട്ട് ഡിസ്കഷൻ വരിക. ഓക്കെ, സോ എനിവേ നൗ ടുഡേ വിൽ സ്റ്റാർട്ട് മൊഡ്യൂൾ 1. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഡിഗ്രിക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട് അല്ലേ? യു ഹവ് ലേൺഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. സോ ഇവിടെ നമ്മൾ തുടങ്ങുന്നത് തന്നെ എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഹയർ കോൺസെപ്റ്റിൽ നിന്നാണ്. അപ്പോൾ ബേസിക് കാര്യങ്ങളൊന്നും ഇവിടെ പറയുന്നില്ല. സോ പവർ സീരീസ് സൊല്യൂഷൻ മുതലാണ് തുടങ്ങുന്നത്. അതായത് നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സൊല്യൂഷൻസ് കാണാൻ നമുക്ക് കുറേയൊക്കെ അറിയാം. അത്യാവശ്യം എല്ലാം നമുക്കറിയില്ല, പക്ഷെ എന്നാലും കുറച്ചൊക്കെ നിങ്ങൾക്കറിയാം. ഒരു എന്താ പറയുക, ഫോർ എക്സാമ്പിൾ ഞാനൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒക്കെ തരികയാണ്, y ഡാഷ് ഇസ് ഈക്വൽ ടു y. ഓക്കെ, ഇതിൻ്റെ സൊല്യൂഷൻ എന്താ വരിക? അല്ലെങ്കിൽ dy/dx ഇസ് ഈക്വൽ ടു y. y ഡാഷ് വി ഡിനോട്ട് ബൈ d/dx ഓഫ് y. ഓക്കെ, സോ y ഡബിൾ ഡാഷ് എന്ന് പറയുന്നത് എന്താണ്? d സ്ക്വയർ ബൈ dx സ്ക്വയർ ഓഫ് y. അതായത് d സ്ക്വയർ y ബൈ dx സ്ക്വയർ ആൻഡ് y ഡബിൾ ഡാഷ് ആൻഡ് ദാറ്റ് ഫാഷൻ വി ഡിനോട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ചിലപ്പോൾ അങ്ങനെ ഹയർ ഡയമെൻഷനിലേക്ക് നമ്മൾ y n ഇങ്ങനെ എഴുതാറുണ്ട്. അത് ഉദ്ദേശിക്കുന്നത് d റേസ് ടു n dx റേസ് ടു n ഓഫ് y. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓക്കെ, ഞാൻ ഈ നൊട്ടേഷൻ ഉപയോഗിക്കുകയാണ്. y ഡാഷ് ഇസ് ഈക്വൽ ടു y ഉദ്ദേശിക്കുന്നത് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്, dy/dx ഇസ് ഈക്വൽ ടു y. ഇതാണ് എൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇഫ് കൺസിഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ദിസ് വൺ. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ എന്താണ്? y ഡാഷ് ഇസ് ഈക്വൽ ടു y. നിങ്ങൾ കഴിഞ്ഞ എനിക്കൊന്ന് പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? എനിക്കൊന്ന് ഇനീഷ്യലി നിങ്ങൾ ബേസിക് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എന്താണ് ഡിഗ്രി, ഓർഡർ, അപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, പിന്നെ എന്തൊക്കെയാണ് സൊല്യൂഷൻസ് കാണുന്നത് പഠിച്ചിട്ടുണ്ടാവും. അതായത് 2-3 ടൈപ്പ് ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആദ്യം കണ്ടിട്ടുണ്ടാവും. ഹോമോജീനിയസ് ടൈപ്പ്, പിന്നെ എന്താണ് വേരിയബിൾ, സോറി ഏതൊക്കെ ടൈപ്പ് പഠിച്ചത് നിങ്ങൾ? ഒരു 2-3 ടൈപ്പ് പഠിച്ചിട്ടുണ്ടാവും. ഫസ്റ്റ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ടൈപ്പ് പഠിച്ചിട്ടുണ്ടാവും. പിന്നെ എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൻ്റെ പഠിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് നമ്മൾ ഡിഗ്രിക്ക് കണ്ടിട്ടുണ്ട്. അതിനകത്ത് നമ്മളതൊക്കെ സോൾവ് ചെയ്യാനുള്ള ടെക്നിക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം അതുപോലെ തന്നെ ഫസ്റ്റ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഓഫ് കോൺസ്റ്റന്റ് കോഎഫിഷ്യൻസ്, സെക്കൻഡ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യൻറ്റ്, അതിൽ നമ്മൾ മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സ്, അതുപോലെ മെത്തേഡ് ഓഫ് അൺഡിറ്റർമിൻഡ് കോഎഫിഷ്യൻസ്, ഇതൊക്കെ നിങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ സൊല്യൂഷൻസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പം ഇവിടെ നമ്മൾ എന്നിട്ട് നമ്മളത് സോൾവ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കുറച്ച് റെഡിമെയ്ഡ് സൊല്യൂഷൻസ് ഒക്കെ അറിയാം. അത് വെച്ച് നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. ഇവിടെ തന്നിരിക്കുന്ന ചെറിയൊരു സിമ്പിളായിട്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്, y ഡാഷ് ഇസ് ഈക്വൽ ടു y. ഇതിൻ്റെ സൊല്യൂഷൻ എന്താണെന്ന് ചോദിച്ചത്. എന്താ ഇതിൻ്റെ സൊല്യൂഷൻ? y ഡാഷ് ഇസ് ഈക്വൽ ടു y dy/dx ഈക്വൽ ടു y. അതായത് യു ഹാവ് ടു ഗെറ്റ് മീ എ ഫംഗ്ഷൻ y. ഓക്കെ, ഒരു ഫംഗ്ഷൻ എനിക്ക് തരണം y, അല്ലെ ഫംഗ്ഷൻ ഓഫ് x. യു ഹാവ് ടെൽ മീ എ ഫംഗ്ഷൻ ഓഫ് x y for which when you differentiate y with respect to x you must get same y. നിങ്ങൾ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ആ സെയിം ഫംഗ്ഷൻ തന്നെ കിട്ടണം. അങ്ങനത്തെ ഒരു ഫംഗ്ഷൻ പറഞ്ഞാൽ മതി. ഏതാ? കേട്ടില്ല.
It's not clear what you're telling. എന്താ പറഞ്ഞ ഒന്നും പറയൂ. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ അല്ലെങ്കിൽ അതെ. സോ if you take y is equal to e power x, then obviously we know that y dash is equal to y. അതായത് നിങ്ങൾ ഈ ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അതായത് dy ബൈ ഡി എക്സ് കണ്ടാൽ d by dx of e power x, it is nothing but equal to e power x. And e power x എന്താ നമ്മൾ എടുത്തത് y ആണ് എടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ it is equal to y. So we are getting dy by dx equal to y. Now if I take some 5 into e power x, is it a solution? ഫൈവ് ഇൻറ്റു ഇ പവർ എക്സ് എടുത്താൽ ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ സൊല്യൂഷൻ ആണ്. ഫൈവ് ഇൻറ്റു ഇ പവർ എക്സ് എടുത്താൽ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സൊല്യൂഷൻ ആണ്. അതെ, കാരണം നിങ്ങൾ ഡി ബൈ ഡി എക്സ് കണ്ടാൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? അതന്നെ 5 ഇൻറ്റു ഇ റൈസ് ടു എക്സ്. 5 ഇൻറ്റു ഇ പവർ എക്സ് എന്ന് കിട്ടും. കോൺസ്റ്റന്റ് എടുത്തിട്ട് പുറത്തെടുത്തിട്ട് ഇ പവർ എക്സ് ഡിഫറൻഷിയേറ്റ് ആണെങ്കിൽ ഇ പവർ എക്സ് എന്ന് കിട്ടും. അപ്പം ഇൻ ജനറൽ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ y ഈസ് ഈക്വൽ ടു സം കെ ഇൻറ്റു ഇ പവർ എക്സ് ഫോമിലായിരിക്കും, അല്ലെങ്കിൽ സം സി ഇൻറ്റു ഇ പവർ ഓഫ് എക്സ്, വാട്ട് എവർ ഇറ്റ് ഈസ്, വാട്ട് എവർ യു ഹാവ്. നിങ്ങൾ പണ്ട് എന്തൊരു നൊട്ടേഷൻസ് ഉപയോഗിച്ച് എനിക്കറിയില്ല, പക്ഷേ ദിസ് ഈസ് ആക്ച്വലി സൊല്യൂഷൻ ടു ദിസ് പെർട്ടിക്കുലർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പം ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന് ഞാനൊരു കണ്ടീഷണൽ കൊടുക്കുകയാണ്. അതായത് y ഓഫ് 0 എന്ന് പറയുന്നത് സേ 1 ആണ് സപ്പോസ്, അല്ലെങ്കിൽ y ഓഫ് a ഈസ് ഈക്വൽ ടു b എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു കണ്ടീഷൻ കൊടുക്കുകയാണ്. ഓക്കെ, അതായത് നമ്മൾ ഇനീഷ്യൽ കണ്ടീഷൻ കൊടുക്കുകയാണ്. അങ്ങനെ ഇനീഷ്യൽ കണ്ടീഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്താ നമുക്ക് കിട്ടുക? അതായത് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ y dash is equal to y along with this condition, say y of a is equal to b. ഓക്കെ, നമുക്ക് എന്താ കിട്ടുക? ആ സൊല്യൂഷൻ, കിട്ടുന്ന സൊല്യൂഷൻ നമ്മളൊരു പേര് വിളിക്കാറുണ്ട്. എന്താ പേര്? അല്ലെങ്കിൽ ഈ ഇക്വേഷൻ ഈ ഒരു ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് എന്താ കിട്ടാൻ നോക്കാം. അതായത് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ y ഈക്വൽ ടു കെ ഇ റൈസ് ടു എക്സ് ആണ്. അപ്പോൾ ഇതിൽ ഞാനൊരു കണ്ടീഷൻ യൂസ് ചെയ്യുകയാണ്, y ഓഫ് എ ഈസ് ഈക്വൽ ടു ബി എന്നുണ്ട്. അപ്പോൾ y ഓഫ് എ ഈസ് ഈക്വൽ ടു ബി എന്ന് പറഞ്ഞാൽ എന്താ വരാം? എന്താ നമുക്ക് കിട്ടാം? ഒരു മിനിറ്റ്. Okay. Yeah, sorry. So here നമ്മളെ കണ്ടീഷൻ, ഇനീഷ്യൽ കണ്ടീഷനിൽ കൊടുക്കുന്നത് y ഓഫ് എ ഈസ് ഈക്വൽ ടു ബി എന്നാണ്. അതായത് എക്സ് എ എന്ന വാല്യൂ എടുക്കുമ്പം ഫംഗ്ഷൻ വാല്യൂ പറഞ്ഞാൽ ബി ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈ സൊല്യൂഷനിൽ കൊടുക്കുകയാണെങ്കിൽ എക്സിന് എ കൊടുക്കുക. അതായത് കെ ഇ റേസ് ടു എ വിൽ ബി ഈക്വൽ ടു ബി എന്ന് കിട്ടും. ശരിയല്ലേ? അപ്പോൾ നമുക്ക് അതിനകത്ത് എന്ത് കിട്ടും? കെൻ്റെ വാല്യൂ കിട്ടും. ഇതിന് എന്താ കെ വരിക? കെ വിൽ ബി ഈക്വൽ ടു ബി ഇ റേസ് ടു മൈനസ് എ. Right? So that means we get this particular constant also. അപ്പോൾ ഈ ഇനീഷ്യൽ കണ്ടീഷൻ കൊടുത്താൽ നമുക്ക് ഒരു ഫംഗ്ഷനാണ് കിട്ടുക. ഇത് ശരിക്കും എന്താണ്? y ഈക്വൽ ടു കെ ഇ റേസ് ടു എക്സ് ഞാൻ പറഞ്ഞു, വെർ കെ ഈസ് എ കോൺസ്റ്റൻറ്റ്, സം കോൺസ്റ്റൻറ്റ്. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻസ് ആണെന്ന് പറഞ്ഞു. അത് ശരിക്കും ഒരു സൊല്യൂഷൻ ആണോ, ഫാമിലി ഓഫ് സൊല്യൂഷൻസ് ആണോ? നമ്മൾ y ഈക്വൽ ടു കെ ഇ റേസ് ടു എക്സ് എന്ന് എഴുതുമ്പോൾ, ഇപ്പോൾ y ഡാഷ് ഇസ് ഈക്വൽ ടു y എന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ നിങ്ങൾ എടുത്തു, y ഈക്വൽ ടു നമ്മൾ സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിച്ചു, y ഈക്വൽ ടു കെ ഇ റേസ് ടു എക്സ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ നേരിട്ട് എടുത്താണ് ഇ റേസ് ടു എക്സ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇത് വേരിയബിൾ സെപ്പറബിൾ ഫോമിലാണ്. നമുക്ക് dy ബൈ y ഈസ് ഈക്വൽ ടു ഡി എക്സ് എന്ന് എഴുതാം, രണ്ട് ഭാഗത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യാം.
അപ്പോൾ നമുക്ക് ഇതിൻ്റെ സൊല്യൂഷൻ നമുക്ക് ഇതുപോലെ കിട്ടും, y ഈക്വൽ ടു കെ റേസ് ടു എക്സ് എന്ന് എഴുതാൻ പറ്റും. അപ്പം അതൊക്കെ നിങ്ങൾ പണ്ട് ചെയ്തിട്ടുണ്ടാവും. അത് വളരെ സിമ്പിളായിട്ടൊരു കേസാണ്. അപ്പം ഇതിൽ എൻ്റെ ചോദ്യം ഇതാണ്, y ഡാഷ് ഇസ് ഈക്വൽ ടു y എന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ നമ്മൾ ജനറൽ സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിച്ചു. അത് y ഈസ് ഈക്വൽ ടു കെ റേസ് ടു എക്സ് കണ്ടുപിടിച്ചു. അപ്പോൾ ഇതൊരു സൊല്യൂഷൻ ആണോ അതോ ഇത് ഫാമിലി ഓഫ് സൊല്യൂഷൻസ് ആണോ? ഇത് ഒരു സിംഗിൾ സൊല്യൂഷൻ അതോ ഒരു ഫാമിലി ഓഫ് സൊല്യൂഷൻസ് ആണോ? അത് കേക്ക് നിങ്ങൾ വേറെ വേറെ വാല്യൂ കൊടുക്കുമ്പോൾ, സപ്പോസ് കേക്ക് നിങ്ങൾ 1 കൊടുത്തു, അപ്പോൾ കേക്ക് നിങ്ങൾ 1 കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു സൊല്യൂഷൻ കിട്ടി. എന്താണ്? ഇ പവർ എക്സ് എന്ന ഫംഗ്ഷൻ ഇതിന് സൊല്യൂഷനാണ്. അതായത് അങ്ങനത്തെ ഒരു ഫംഗ്ഷനാണ് എഫ് ഓഫ് എക്സ്. ഇ പവർ എക്സ് എടുത്താൽ അത് സൊല്യൂഷനാണ്. അപ്പോൾ നിങ്ങൾ കേക്ക് 2 കൊടുത്തു, 2 കൊടുത്താലും ഇത് സൊല്യൂഷനാണ്, 3 കൊടുത്താലും ഇത് സൊല്യൂഷൻ. അങ്ങനെ നിങ്ങൾ വേറെ 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 കോൺസ്റ്റൻസ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ ഫംഗ്ഷൻസും അതെല്ലാം ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സൊല്യൂഷൻസ് ആണ്. ഓക്കെ, അതെല്ലാം ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സൊല്യൂഷൻസ് ആണ്. പക്ഷേ ഞാൻ ഈ ഒരു ഇനീഷ്യൽ കണ്ടീഷൻ കൊടുക്കുമ്പോഴുള്ള വ്യത്യാസം എന്താ വെച്ചാൽ, നമ്മൾ ശരിക്കും കാണുന്നത് വെച്ചാൽ നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ്റെ സൊല്യൂഷൻസ് എടുക്കുമ്പം നമുക്ക് ഒരുപാട് സൊല്യൂഷൻസ് കിട്ടുന്നുണ്ട്. പക്ഷേ അതിൻ്റെ അകത്ത് ഒരു പെർട്ടിക്കുലർ പോയിന്റ് കൂടെ പാസ് ചെയ്യുന്ന y ആണ് നമ്മൾ ഈ ഇനീഷ്യൽ കണ്ടീഷൻ ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഒരുപാട് സൊല്യൂഷൻസ്. അപ്പോൾ നമ്മൾ R2 വരയ്ക്കുമ്പോൾ നമുക്ക് ഒരുപാട്, ഇപ്പം R2 സ്പേസിൽ വരയ്ക്കുമ്പോൾ ഒരുപാട് വിൽ ഗെറ്റ് ലോട്ട് ഓഫ് സൊല്യൂഷൻസ്. ബട്ട് ഇൻ ദാറ്റ് കേസ് വി ആർ ട്രൈങ് ടു ഗിവ് എ പോയിന്റ് എ കമ ബി. ഓക്കെ, അതാണ് ഇനീഷ്യൽ കണ്ടീഷൻ കൊടുക്കുന്നതിൻ്റെ മീനിങ്. അതായത് ഈ ഇനീഷ്യൽ കണ്ടീഷൻ കൊടുക്കുന്നതിൻ്റെ മീനിങ് എന്താ വെച്ചാൽ, എക്സിൻ്റെ വാല്യൂ എയും ബീൻ്റെ വാല്യൂ വൈൻ്റെ വാല്യൂ ബിയും ആയിക്കൊണ്ടുള്ള ആ പോയിന്റ് കൂടെ പാസ് ചെയ്യുന്നൊരു y ഇതിനുണ്ടാവും. ആ y കണ്ടുപിടിക്കുകയാണ് നമ്മൾ ഈ ഇനീഷ്യൽ കണ്ടീഷൻ കൊടുത്താൽ നമുക്ക് കിട്ടുന്നത്. അത് നമുക്കൊരു പെർട്ടിക്കുലർ കർവ് കിട്ടും, ഒരു സിംഗിൾ കർവ് കിട്ടും. ഓക്കെ, ഒറ്റ കർവ് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ സിംപ്ലി ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് യു ഗെറ്റ് എ ഫാമിലി ഓഫ് സൊല്യൂഷൻസ് ലൈക്ക് ദിസ്. y ഈക്വൽ ടു കെ റേസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ഈ എല്ലാ കർവ്സും ഇതിൻ്റെ സൊല്യൂഷൻസ് ആണ്. പക്ഷേ ഒരു പെർട്ടിക്കുലർ നിങ്ങളൊരു ഇനീഷ്യൽ കണ്ടീഷൻ കൊടുത്തു കഴിഞ്ഞാൽ മീനിങ് എന്താ വെച്ചാൽ, ആ ഒരു പോയിന്റ് എ ബി എന്ന പോയിന്റ് കൂടെ പാസ് ചെയ്യുന്ന ഒരു y, അതായത് ഒരു എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കണം. അത്രേ ഉള്ളൂ. അതാണ് നമ്മളെ പെർട്ടിക്കുലർ സൊല്യൂഷൻ. ഓക്കെ, സോ y ഡാഷ് ഇസ് ഈക്വൽ ടു വൈൻ്റെ സൊല്യൂഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പണ്ട് ഒരുപാട്, ഞാൻ പറഞ്ഞു, നിങ്ങൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സോൾവ് ചെയ്യാനൊക്കെ നിങ്ങൾ ഒരുപാട് സംഭവങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഒന്ന് ഈ ഫസ്റ്റ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് അപ്പോൾ നമ്മളിപ്പോൾ കണ്ടത്. ഇവിടെ ഈ ഏതൊക്കെയും സാധനം ഒരു ഫസ്റ്റ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫോം എങ്ങനെയാണ്? dy ബൈ dx പ്ലസ് സം p of x ഇൻറ്റു y ഈസ് ഈക്വൽ ടു സം r of x ഫോമിലായിരിക്കും. റൈറ്റ്, അപ്പോൾ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ശരിക്കും നമ്മളതിൽ തന്നെയാണുള്ളത്. dy ബൈ dx മൈനസ് അല്ലെങ്കിൽ പ്ലസ് -1 ഇൻറ്റു y ഇസ് ഈക്വൽ ടു 0 ഫോം തന്നെയാണ് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ ഇത് ശരിക്കും ഒരു ഫസ്റ്റ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് നമ്മളിവിടെ കണ്ടത്. ഓക്കെ, ഫസ്റ്റ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മളിവിടെ കണ്ടത്. ഈ സെക്കൻഡ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓർമ്മയുണ്ട് അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ സെക്കൻഡ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യൻസ് ഒക്കെ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് സം എ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് സം ബി വൈ ഇസ് ഈക്വൽ ടു 0. ഈ ഫോം ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഇവർ എ ആൻഡ് ബി ആർ കോൺസ്റ്റൻസ് ആണ്. അതായത് കോൺസ്റ്റന്റ് കോഎഫിഷ്യൻസ് ആണെങ്കിൽ ഇത് സോൾവ് ചെയ്യാൻ നിങ്ങൾ കുറേ മെത്തേഡ്സ് ഒക്കെ നമ്മൾ പണ്ട് ഡിഗ്രിക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങളതിൽ എന്താണ് ഓക്സിലറി ഫംഗ്ഷൻ കണ്ടുപിടിക്കും. ഇതിൻ്റെ ഓക്സിലറി ഫംഗ്ഷൻ കണ്ടുപിടിച്ചാൽ നമുക്ക് എന്താണ് എം സ്ക്വയർ പ്ലസ് എ എം പ്ലസ് ബി എന്ന് കിട്ടും. ഈക്വൽ ടു 0 ഇക്വേറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് എമ്മുകൾ കണ്ടുപിടിക്കും. 2 എം കിട്ടും നമുക്ക്. എന്നിട്ട് ആ എം റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ആണെങ്കിൽ നമുക്ക് സൊല്യൂഷൻ എന്താ കിട്ടുക? സൊല്യൂഷൻ നമുക്ക് C1 ഇ പവർ m1x, അതായത് m1 m2 രണ്ട് വാല്യൂ ഇവിടുന്ന് കിട്ടുകയാണെങ്കിൽ, സോൾവ് ചെയ്താൽ കിട്ടുകയാണെങ്കിൽ m1x പ്ലസ് C2 ഇ റേസ് ടു m2x കിട്ടും. പിന്നെ റിയൽ ആൻഡ് റിപ്പീറ്റിംഗ് റൂട്ട്സ് ആണെങ്കിൽ C1 പ്ലസ് C2x ഇൻറ്റു ഇ പവർ m1x കിട്ടും. പിന്നെ എന്താ കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻ എന്തായിരുന്നു കോംപ്ലക്സ് നമ്പേഴ്സ് m1 m2 കോംപ്ലക്സ് നമ്പേഴ്സ് വരികയാണെങ്കിൽ y എങ്ങനെ വരാറ്? ഇ പവർ, അതായത് കോംപ്ലക്സ് നമ്പർ എന്ന് പറയുമ്പം സേ m1 m2 is actually say alpha plus or minus beta I ആണെങ്കിൽ e raised to alpha into C1 cos beta plus C2 sin beta എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ സൊല്യൂഷൻസ് പറയാറുണ്ട് അല്ലേ?
പിന്നെ ഇത് കൂടാതെ നമ്മൾ പർട്ടിക്കുലർ സൊല്യൂഷൻ കാണാൻ വേണ്ടി നമ്മൾ എന്താ പറയുക, അതായത് ഇതിപ്പം ഞാൻ എടുത്തിരിക്കുന്ന ഹോമോജനസ് കേസ് ആണ്. ഈ ആർ ഓഫ് എക്സ് ഈ വലത്ത് ഭാഗത്തുള്ളത് 0 ആണ്. അല്ലാത്ത കേസിൽ നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. അതിന് നിങ്ങൾ മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സും അതുപോലെ അൺഡിറ്റർമിൻഡ് കോഫിഷ്യൻസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ സൊല്യൂഷൻസ് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുകയാണ്. ഇതൊക്കെ നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതൊക്കെ നമുക്ക് ഡിറൈവ് ചെയ്ത് എടുക്കാൻ പറ്റും. ആൻഡ് വി ആർ ഗെറ്റിംഗ് ആക്ച്വലി the in terms of solutions are actually in terms of some elementary functions, sin x, cos x, cos beta x, sin beta x. അപ്പം അങ്ങനത്തെ കുറേ ഫങ്ഷൻസിൻ്റെ ടേംസ് നമുക്ക് സൊല്യൂഷൻസ് കിട്ടുന്നത്. അപ്പം നമ്മളിവിടെ ഇനി ഫർദർ, അതായത് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളെ ഉദ്ദേശം ശരിക്കും ഇപ്പം നമ്മളിപ്പോൾ ഡിഗ്രിക്ക് നിങ്ങളിപ്പോൾ പഠിക്കുന്നത് പറഞ്ഞാൽ ഏകദേശം ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് പറഞ്ഞാൽ വലിയൊരു പോർഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ അകത്ത് ചെറിയൊരു പോർഷൻ മാത്രമേ ഇപ്പോൾ പഠിച്ചിട്ടുള്ളൂ. അതായത് ചില ടൈപ്പ് ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ നിങ്ങൾക്കറിയാം. അത് ചെറിയൊരു പോർഷനാണ്. നമ്മൾ ഇനിയിപ്പോൾ MSc പഠിക്കാൻ പോകുന്ന ഇത്രയേ ഉള്ളൂ, കുറച്ചും കൂടി ഒന്ന് വലുതാക്കുന്നു അത്രയേ ഉള്ളൂ. അപ്പോഴും ഒരുപാട് കാര്യം അറിയാത്തതുകൊണ്ട്, ഇതുവരെ കണ്ടുപിടിക്കാത്തതുകൊണ്ട്, ചില ടൈപ്പ് ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഉണ്ട്, അതിനൊക്കെ റിസർച്ച് ഓറിയൻറ്റേഷൻ. ഇപ്പോൾ ഞങ്ങളെ കോളേജിൽ തന്നെ ഒരുപാട് പേര് ഇതിലൊക്കെ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ചില ടൈപ്പ് ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഉണ്ട് ഫോർ വിച്ച് വി കനോട്ട് ഫൈൻഡ് എനി അനലിറ്റിക്കൽ സൊല്യൂഷൻസ്. അതായത് ഇങ്ങനത്തെ ഒരു അനലിറ്റിക് സൊല്യൂഷൻസ് നമുക്ക് കിട്ടില്ല. അതായത് ഈ നമ്മളിപ്പോൾ എഴുതിയ പോലെ ഇങ്ങനത്തെ പെർഫെക്റ്റ് ഏതെങ്കിലും എലിമെൻ്ററി ഫംഗ്ഷൻസിൻ്റെ ടേംസിൽ നമുക്ക് സൊല്യൂഷൻസ് കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്താ ചോദിച്ചാൽ ന്യൂമറിക്കൽ അപ്രോക്സിമേഷൻ ഉണ്ട്, അങ്ങനത്തെ ഓരോ ടെക്നിക്സ്, അതൊക്കെ നമ്മൾ റിസർച്ചിൽ അവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതൊരു റിസർച്ച് ഓറിയൻറ്റേഷൻ ആണ് അങ്ങനെ. അപ്പം നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്രേ ഉള്ളൂ. ഈ ഒരു സബ്ജക്റ്റിൽ നമ്മൾ ഇനീഷ്യലി ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ കുറച്ചും കൂടി ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് നമ്മൾ സോൾവ് ചെയ്യാൻ പോവാണ്. ഓക്കെ, വി ആർ ഗോയിങ് ടു സോൾവ് വിച്ച് യു കനോട്ട് സോൾവ് യൂസിങ് വാട്ട് യു ഹവ് ഓൾറെഡി ലേൺഡ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ വെച്ച് നമുക്ക് എന്തായാലും സോൾവ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് നമ്മൾ എടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നമ്മൾ സോൾവ് ചെയ്യാൻ നോക്കുകയാണ് വേറെ ടെക്നിക്കിലൂടെ. അതാണ് നമ്മളെ ഈ ഒരു ഇനീഷ്യൽ വർക്ക്. ഓക്കെ, സോ വേറെ കാര്യം ചോദിക്കാം. ഇവിടെ തന്നെ വേണം തുടങ്ങാം നമുക്ക്. ഈ y ഡാഷ് ഇസ് ഈക്വൽ ടു y, ഓക്കെ, y ഡാഷ് ഇസ് ഈക്വൽ ടു y എന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ സ്പേസ്, ഓക്കെ, അതൊരു വെക്റ്റർ സ്പേസ് ആണോ? നിങ്ങൾ കഴിഞ്ഞ സെമ്മിൽ വെക്റ്റർ സ്പേസ് എന്താ പഠിച്ചിട്ടുണ്ട്? അതൊന്ന് പറഞ്ഞിട്ടാ വെച്ചു, അതുകൊണ്ട് പറയുന്നുള്ളൂ. എന്നിട്ട് നമുക്ക് അടുത്തല്ലേ ഇപ്പോൾ അതൊരു വെക്റ്റർ സ്പേസ് ആണോ? അതായത് നമ്മൾ ഇടയ്ക്കൊക്കെ ഓരോ സ്ഥലത്തേക്ക് കാണാറുണ്ട്. ഇപ്പം നിങ്ങൾ നെറ്റിനോ സെറ്റിനൊക്കെ പഠിക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് വരും എവിടെയെങ്കിലുമൊക്കെ. അപ്പം ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ സ്പേസ്, ഇപ്പോൾ ഇവിടെ നമ്മൾ എടുത്തു, ഇവിടെ ഒരു ഫസ്റ്റ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എടുത്തു. ഇതിൻ്റെ സൊല്യൂഷൻ സ്പേസ് ശരിക്കും വെക്റ്റർ സ്പേസ് ആണോ? ഇതിൻ്റെ സൊല്യൂഷൻ സ്പേസ് ഒരു വെക്റ്റർ സ്പേസ് ആണ്. ഓക്കെ, അതായത് നിങ്ങൾ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനോ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എടുക്കുമ്പോൾ നിങ്ങൾ അതിന് സൊല്യൂഷൻ സ്പേസ് ശരിക്കും ഒരു വെക്റ്റർ സ്പേസ് ആയിരിക്കും. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ സ്പേസിൻ്റെ ഡയമെൻഷൻ എന്താ പറയാൻ പറ്റും ആർക്കെങ്കിലും? നമ്മളിപ്പോൾ ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിച്ചു, y എന്ന് പറഞ്ഞാൽ സം k ഇൻറ്റു e⁻x ഫോമിലേക്ക്. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ സ്പേസിലുള്ള ആ ബേസിസിലെ എലിമെൻറ്റ് പറഞ്ഞാൽ e⁻x എന്ന ഫംഗ്ഷനാണ്. അത് ഈ e⁻xൻ്റെ ഫംഗ്ഷൻ്റെ കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾസ് ആണ് നമ്മളെ ഈ സൊല്യൂഷൻ സ്പേസിൽ വരുന്ന ബാക്കി എല്ലാ വെക്ടേഴ്സും, k ടൈംസ് e⁻x. ഓക്കെ, അപ്പോൾ ഇവിടെ ആക്ച്വലി ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒറ്റ ഫംഗ്ഷനുള്ളൂ, e⁻x. അണ്ടർസ്റ്റാൻഡ്? ഇവിടെ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഈ സൊല്യൂഷൻ സ്പേസ് ഒരു ഫംഗ്ഷനുള്ളൂ, e⁻x. നമുക്ക് കാണാം 0 ഒക്കെ അതിനകത്തുണ്ട്. ഇപ്പം 0 എടുത്ത് നോക്കുമ്പോൾ y(x) 0 എടുത്താൽ സാറ്റിസ്ഫൈ ഇല്ലേ കണ്ടീഷൻ? ഇറ്റ് ഇസ് റിയലി ട്രൂ, isn't it? So that is actually a vector space. Similarly, if you go for second order, ഇപ്പോൾ നമ്മളിവിടെ എഴുതിയില്ല, കണ്ടില്ലേ? ഈ കേസിൽ നമ്മൾ എഴുതി ഈ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എടുത്തു. അപ്പോൾ ഇതിൻ്റെ നമ്മൾ സൊല്യൂഷൻ സ്പേസ് കണ്ടുപിടിക്കുകയാണെങ്കിൽ 3 ടൈപ്പ് വരും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ 3 ടൈപ്പ് വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണാം ഈ M1 M2 റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ആണെങ്കിൽ അവിടെയുള്ള എല്ലാ സൊല്യൂഷൻസും ഏത് സൊല്യൂഷൻ എടുത്താലും അത് ഈ ഒരു ഫോമിലായിരിക്കും. അതായത് e⁻m1x ഒരു കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ പ്ലസ് ഒരു e⁻m2x കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ ആയിരിക്കും. അതായത് ശരിക്കും ഈ 2 എലിമെൻറ്റ്സ് ആണ് നമ്മളെ ബേസിസിലുള്ള എലിമെൻറ്റ്സ്. ഇവർ മതി നമുക്ക് ബാക്കി ഏത് സൊല്യൂഷനെയും, അത് ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഈ പർട്ടിക്കുലർ കേസിലുള്ള എല്ലാ സൊല്യൂഷൻസും ജനറേറ്റ് ചെയ്യാൻ ഇവർ മതി. അല്ലെങ്കിൽ സ്പാൻ ഓഫ് ദീസ് 2
these two vectors are actually nothing but the complete solution space. കാരണം C1 C2 നിങ്ങൾ 0 കൊടുത്താൽ എന്താ കിട്ടുക? നമുക്ക് 0 സൊല്യൂഷൻ കിട്ടും. ഇൻ എഫക്ട് ഇറ്റ് ഈസ് ആക്ച്വലി നത്തിങ് ബട്ട് എ വെക്ടർ സ്പേസ്. നിങ്ങൾ ഇവിടെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ലീനിയർ ഇൻഡിപെൻഡൻറ്റ് വെക്ടേഴ്സ് കിട്ടുന്നുണ്ട്. e⁴m1x എടുക്കുക, പിന്നെ x × e⁴m1x എടുക്കുക. ഇത് രണ്ട് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ലീനിയർലി ഇൻഡിപെൻഡൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻ ടേംസ് ഓഫ് ഒരു കോൺസെപ്റ്റ് ഉണ്ട്, വ്രോൺസ്കിയൻ എന്ന് പറയും. ഓക്കെ, അപ്പം വ്രോൺസ്കിയൻ കോൺസെപ്റ്റ് ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ, ഇപ്പം y1 y2 രണ്ട് ഫംഗ്ഷൻസ് ഇവിടെ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ചെക്ക് ചെയ്യാൻ നമ്മൾ y1 ഉം y2 എടുക്കും. അതൊക്കെ നമ്മൾ പിന്നെ കുറച്ച് കഴിഞ്ഞ് പഠിക്കുന്നുണ്ട്, y1 ഡാഷ് y2 ഡാഷ്. കാരണം നമ്മൾ കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഡൊമെയിൻ പറയും. എന്നിട്ട് ആ ഡൊമെയിനിലുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ പറയുമ്പം അവിടെയുള്ള സൊല്യൂഷൻസിനെ പറ്റി ഡിസ്കഷൻ മാത്രമേ വരുള്ളൂ. അപ്പോൾ അതിലുള്ള കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ പഠിക്കാനുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക്. അപ്പം ജസ്റ്റ് ഒരു വേഗമായിട്ട് ഞാൻ പറയുകയാണ്, വ്രോൺസ്കിയൻ ഇങ്ങനെ കാണാം. y1 y2 എടുക്കും, y1 ഡാഷ് y ഡബിൾ ഡാഷ് y2 ഡാഷ് എടുക്കും. ഈ വ്രോൺസ്കിയൻ കിട്ടുന്ന സാധനം നോൺ സീറോ ആണെങ്കിൽ, ആ ഫുൾ ഡൊമെയിനിൽ നോൺ സീറോ ആണെങ്കിൽ നമ്മളിത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഫംഗ്ഷൻസ് എന്ന് പറയും. ഓക്കെ, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ, അപ്പോൾ ഇത്ര ചെറിയ ചെറിയ കാര്യങ്ങൾ മനസ്സിൽ വെക്കുക. അത് ഒരാളോട് ചോദിച്ചാൽ ഇതാണോ ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റണം യെസ്. അപ്പോൾ ഇതൊരു സിമ്പിൾ എക്സാമ്പിളാണ്, രണ്ട് വെക്ടേഴ്സ്. ദിസ് വിൽ ഹെൽപ്പ് us to generate the complete solutions of this differential equation when m1 and m2 are real and distinct roots. ഇവിടെ ആകുമ്പോൾ e⁴mx ഉം x × e⁴m1x ആണ് രണ്ട് y1 y2 രണ്ട് ഫംഗ്ഷൻസ് വിച്ച് ആക്സ് എസ് എ ബേസിസ്. ഇവിടെ എടുക്കുകയാണെങ്കിൽ cos x ഉം sin e⁴α × cos βx ഉം e⁴α × sin βx ആയിരിക്കും രണ്ട് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻസ്. So beautifully we can connect differential equations also with vector spaces. Okay, so we have now connected very beautifully this concept with vector spaces. നിങ്ങൾ ഓൾറെഡി പഠിച്ച വെക്ടർ സ്പേസ് വെച്ച് നമുക്ക് ഈസി ആയിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇവിടേക്ക് വരുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ചെറിയ ഡിഫറൻസ് വരുന്നുണ്ടെന്ന് മാത്രം. ഇപ്പോൾ ലീനിയർ ഇൻഡിപെൻഡൻസ് ചെക്ക് ചെയ്യുമ്പോഴും. ഓക്കെ, സോ നൗ അപ്പോൾ ഇവിടെ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളിനി പഠിക്കാൻ പോകുന്നത് വളരെ ചെറിയൊരു പോർഷനാണ്. അപ്പോൾ ഇതിൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ പവർ സീരീസ് സൊല്യൂഷനാണ്. ഒരു പെർട്ടിക്കുലർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പവർ സീരീസ് സൊല്യൂഷനാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ശരിക്കും അത് ഈ ടൈപ്പ് ഓഫ് ഇതിപ്പോൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും അല്ലേ? ഇതൊരു സെക്കൻഡ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്, ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. ഇത് നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിൻ്റെ സൊല്യൂഷൻ എന്താ വരിക? y ഡബിൾ ഡാഷ് പ്ലസ് y ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഒന്ന് ഓർത്തെടുത്തേ. നിങ്ങൾ പണ്ട് പഠിച്ചാണ്, എന്നാലും ഒന്ന് ഓർത്തെടുത്തേ. y ഡബിൾ ഡാഷ് പ്ലസ് y ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ എങ്ങനെ നിങ്ങൾക്ക് ആ ഓക്സിലറി ഇക്വേഷനെ കിട്ടുന്ന ഓർമ്മ ഉണ്ടോ? ഡു യു റിമെമ്പർ എങ്ങനെയാണ് കിട്ടുന്നത് ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? അതായത് നമ്മൾ ശരിക്കും ഇത്രേ കാണുന്നുള്ളൂ. ഇത്ര നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഒരു ഫംഗ്ഷൻ കിട്ടണം നമുക്ക് എഫ് ഓഫ് എക്സ്. ഓക്കെ, y ഈക്വൽ ടു എഫ് എക്സ് എന്ന് പറയുമ്പോൾ എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷൻ കിട്ടണം, ഫംഗ്ഷൻ ഓഫ് എക്സ് കിട്ടണം നമുക്ക്. ഇവിടെ y ആണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ വരുന്നത്, എക്സ് ആണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ വരുന്നത് ഇവിടെ. അപ്പം ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ നമ്മളെ കയ്യിലുള്ളൂ ഇവിടെ. ഓക്കെ, പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഒക്കെ പോകുമ്പോൾ നമുക്ക് ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഒന്ന് കൂടുതൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസും വരും. അപ്പോഴാണ് നമ്മൾ ഈ വിത്ത് റെസ്പെക്ട് ടു ഡിഫറെൻറ്റ് എക്സ് ആൻഡ് വൈ, ഇപ്പോൾ ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ വൈയും രണ്ട് എക്സ് ആൻഡ് സെഡ് രണ്ട് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആകുമ്പോൾ നമ്മൾ ഡോ വൈ വിത്ത് റെസ്പെക്ട് ടു ഡോ എക്സ്, അതായത് വൈൻ്റെ ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു എക്സ് കാണും, അതുപോലെ വൈൻ്റെ ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു സെഡ് കാണും. അതൊക്കെ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോഴാണ് നമ്മൾ ഈ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ആ ഏരിയയിലേക്ക് പോകുന്നത്. ഇവിടെ നമുക്ക് ഒറ്റ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഉള്ള വൈ, ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഫംഗ്ഷൻ ദ എക്സ്. അതാണ് നമ്മൾ വൈ ഈക്വൽ ടു എഫ് എക്സ് എഴുതാൻ കാണും. ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ ആക്ച്വലി അവർ എക്സ് ആൻഡ് എക്സ് ഈസ് ദ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഹിയർ ഇൻ ദിസ് ഡിസ്കഷൻ. ഇൻ ദ കറണ്ട് ഡിസ്കഷൻ ഇതാണ് നമ്മൾ സ്റ്റാറ്റസ്. അപ്പോൾ നിങ്ങൾ പഠിച്ചത് അങ്ങനെ തന്നെയാണ്, നിങ്ങൾ ഡിഗ്രി പഠിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പം ഇവിടെ വൈ ആണ് നമ്മൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ഇതൊരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. എന്തുകൊണ്ട് സെക്കൻഡ് ഓർഡർ ആവാൻ കാരണം? സെക്കൻഡ് ഓർഡർ ആവാൻ കാരണം എന്താണ്? അതെ, ദിസ് ഈസ് ആക്ച്വലി പറയൂ. This is actually d square y by dx square plus dy, sorry, y is equal to 0. So it's actually second order, isn't it? D square by dx square term, okay. Highest term like that. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ പവറിനാണ് നമ്മൾ ഡിഗ്രി പറയുക. അപ്പം ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഇപ്പോൾ ഇതിനൊരു സ്ക്വയർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഡിഗ്രി 2 അല്ലെങ്കിൽ 3 ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഗ്രി 2 ഓർഡർ 2 ഡിഗ്രി 3 ആണ്.
സോ ദോസ് തിങ്സ് യു നോ, അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഞാൻ ചോദിച്ചതാണ് ഇതിൻ്റെ സൊല്യൂഷൻ എങ്ങനെ നമ്മൾ കാണാം, അതാണ് നമുക്ക് നോക്കേണ്ടത്. ഇത് y ഡബിൾ ഡാഷ് പ്ലസ് y ഈസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം. ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, നിങ്ങൾക്ക് അറിയോ എനിക്കറിയില്ല, പക്ഷേ നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നില്ല. അതായത് ഇപ്പോൾ y ഡബിൾ ഡാഷ് ഈക്വൽ ടു y ഒരു സൊല്യൂഷൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ഓക്സിലറി ഇക്വേഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ ഡിഗ്രിക്ക് ഒരു റെഡിമെയ്ഡ് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇങ്ങനെ പഠിക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ കൺസിഡർ ചെയ്താൽ മതി. അതായത് ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ഓഫ് എക്സ്, ഓക്കെ, ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഓഫ് എക്സ് എടുക്കുക. ആ ഫംഗ്ഷൻ, അതായത് അങ്ങനത്തെ ഫംഗ്ഷൻസ് നമുക്ക് വേണ്ടത്, ഇതിന് സൊല്യൂഷൻസ് പറഞ്ഞാൽ അങ്ങനത്തെ ഫംഗ്ഷൻസാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്ന കുറച്ച് ട്രയൽ സൊല്യൂഷൻസ് നമ്മൾ എടുക്കുക ചെയ്യുന്നത്. അവിടെ അങ്ങനെ നമ്മൾ ചെയ്യുന്നത്, ഇത് നിങ്ങൾ പഠിച്ചാൽ അങ്ങനെ ആയിരിക്കും. നമ്മൾ ട്രയൽ സൊല്യൂഷൻ എടുക്കുന്നു, y ഈസ് ഈക്വൽ ടു സം c ഇൻറ്റു ഇ പവർ എക്സ് എടുക്കുന്നു, ഈ y ഈക്വൽ ടു സം c ഇൻറ്റു ഇ പവർ സം എ എക്സ് ഫോമിൽ എടുക്കുന്നു. എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യാണ്, നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക ചെയ്യുന്നിട്ട്, അത് അങ്ങനെ നമ്മൾ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വൈ ഡബിൾ ഡാഷ് കാണാം, വൈ ഡാഷ് കാണാം, വൈ ഡബിൾ ഡാഷ് കാണാം, ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഈക്വൽ ടു 0 ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇ പവർ എ എക്സിൻ്റെ വാല്യൂ 0 ആവില്ല. അപ്പം ഇടത്ത് ഭാഗത്തുള്ള ക്ലബ്ഡ് ടേം നമുക്ക് കിട്ടും, അത് ഈക്വൽ ടു 0 ആയിരിക്കും. അങ്ങനെയാണ് നമുക്ക് ഓക്സിലറി ഇക്വേഷൻ കിട്ടുന്നത് ഇവിടെ, അല്ലേ? നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ വൈ ഡാഷ് എന്താ വരിക? ലെറ്റ് മി ടേക്ക് c ഈക്വൽ ടു y ഇ റേസ് ടു എ എക്സ്. ഓക്കെ, ഇതൊരു ട്രയൽ സൊല്യൂഷൻ ഒക്കെ എടുക്കുകയാണെങ്കിൽ നോക്കാം, എനിക്ക് കോൺസ്റ്റന്റ് എടുക്കണം, ജസ്റ്റ് ചെക്ക് ചെയ്യണം. ഓക്കെ, y ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ആണ്. വൈ ഡാഷ് എന്താ വരിക? എ ഇ റേസ് ടു എ എക്സ് എന്ന് വരും, അല്ലേ? വൈ ഡബിൾ ഡാഷ് എന്താ വരിക? എ സ്ക്വയർ ഇ റേസ് ടു എ എക്സ്, ശരിയല്ലേ? അപ്പം എ സ്ക്വയർ പ്ലസ്, അതായത് വൈ ഡബിൾ ഡാഷ് പ്ലസ് വൈ ഈക്വൽ ടു 0 ആയിരിക്കണം. വൈ ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ ഇ റേസ് ടു എ എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു എ എക്സ് ഈക്വൽ ടു 0 ആയിരിക്കണം. അതായത് എ സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു ഇ പവർ എ എക്സ് 0 ആയിരിക്കണം. ഇത് ട്രയൽ സൊല്യൂഷൻ, ഈ സൊല്യൂഷൻ ആണെങ്കിൽ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുമല്ലോ. അപ്പോൾ ഞാൻ ട്രയൽ സൊല്യൂഷൻ എടുത്തു, എന്നിട്ട് ഞാൻ വൈ ഡാഷും വൈ ഡബിൾ ഡാഷും കണ്ടു. എന്നിട്ട് വൈ ഡബിൾ ഡാഷും ഇതെല്ലാം ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് ഇത് കിട്ടി, വൈ ഡബിൾ ഡാഷ് പ്ലസ് വൈ ഈക്വൽ ടു 0 എന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ എനിക്ക് ഇത് കിട്ടി. അപ്പോൾ എ സ്ക്വയർ ഇ റേസ് ടു എ എക്സ് പ്ലസ് ഇ റേസ് ടു എക്സ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ എ സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു ഇ റേസ് ടു എക്സ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. പക്ഷേ ഇതൊരിക്കലും 0 ആവില്ല. സോ വാട്ട് വി ക്യാൻ സേ, എ സ്ക്വയർ പ്ലസ് 1 0 ആവണം. അപ്പം എ ഈസ് ഈക്വൽ ടു എന്താ കിട്ടുക? പ്ലസ് ഓ മൈനസ് എ ഈക്വൽ ടു പ്ലസ് ഓ മൈനസ് ഐ എന്ന് കിട്ടും. സോ അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻസ് പറഞ്ഞാൽ ഇ റേസ് ടു ഐ എക്സും ഇ റേസ് ടു മൈനസ് ഐ എക്സും വരും. വൈ ഈക്വൽ ടു ഇ റേസ് ടു എ എക്സും ഇ റേസ് ടു മൈനസ് ഐ എക്സ് എന്ന് കിട്ടും നമുക്ക്. അപ്പോൾ അത് രണ്ട് സൊല്യൂഷൻസ് ആണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്ക് അതിന് ഇ റേസ് ടു ഐ എക്സും ഇ റേസ് ടു മൈനസ് ഐ എക്സും കിട്ടും. പക്ഷെ നമുക്കറിയാം, നമ്മൾ ഇതിൻ്റെ ഒരു ഡെറിവേഷനൊക്കെ പണ്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇ റേസ് ടു ഐ എക്സിന് നമ്മൾ കോസ് എക്സ് പ്ലസ് ഐ സൈൻ എക്സ് എഴുതാൻ പറ്റും. അങ്ങനെ നമ്മൾ ഏകദേശം റെഡിയാക്കി എടുത്തിട്ടാണ് ലാസ്റ്റ് നമ്മൾ ജനറൽ സൊല്യൂഷൻ പറയുന്നത്. അതായത് നിങ്ങളൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എടുത്തു, ഇങ്ങനത്തെ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എടുത്തു, അതിൻ്റെ ഓക്സിലറി ഇക്വേഷൻ കണ്ടുപിടിച്ചു, അതിൻ്റെ റൂട്ട്സ് കോംപ്ലക്സ് ആണെങ്കിൽ നിങ്ങൾ പറയും അതിൻ്റെ ഈ കേസിൽ ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അതായത് റൂട്ട്സ് ഇതിപ്പം 0 പ്ലസ് ഓ മൈനസ് ഐ ആണല്ലോ, അത് ആൽഫ പ്ലസ് ഓ മൈനസ് ബീറ്റ ഐ ഫോമിലാണല്ലോ. അപ്പോൾ ആൽഫ 0 ബീറ്റ 0 ആണ്. അപ്പോൾ ശരിക്കും ഇത് ഇ റേസ് ടു ആൽഫ ഇൻറ്റു കോസ് ബീറ്റ എക്സ് പ്ലസ് സൈൻ ബീറ്റ എക്സ് നമുക്ക് ഇത് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. ശരിക്കും ഇങ്ങനെ കിട്ടുന്നത്, പക്ഷേ നമുക്ക് ഇത് ഇങ്ങനെ കിട്ടിയാൽ പോലും അത് ഇ റേസ് ടു ആൽഫ പ്ലസ് ഓ മൈനസ് ബീറ്റ ഐ എക്സ് എന്ന് കിട്ടിയാൽ പോലും നമുക്ക് ഇതിനെ ഡിറൈവ് ചെയ്ത് നമ്മൾ ലാസ്റ്റിംഗ് ഒരു ഫോമിലേക്ക് ഡിറൈവ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെയാണ് നമുക്ക് പഴയ ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ഇവിടെ ആൽഫ 0 ആണ്, ബീറ്റ 1 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് കോസ് എക്സ് പ്ലസ്, ഇപ്പോൾ വൈ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും C1 C2 ഉണ്ട്, കോൺസ്റ്റൻസ് ഉണ്ട്. ഇ റേസ് 0 പറഞ്ഞാൽ 1 ആണ്. അപ്പം C1 ഈസ് ആക്ച്വലി കോസ് ബീറ്റ എക്സ്, ബീറ്റ ഈസ് 1. സോ കോസ് എക്സ് C1 കോസ് എക്സ് പ്ലസ് C2 സൈൻ എക്സ്. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ നമുക്ക് അങ്ങനെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ പണ്ട് ചെയ്ത ടെക്നിക്കാണ്, പക്ഷേ നമ്മൾ ഇനി കാണാൻ പോകുന്നത് പറഞ്ഞാൽ പവർ സീരീസ് സൊല്യൂഷനാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഒക്കെ സോൾവ് ചെയ്യാൻ ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് ടെക്നിക്സ് അറിയില്ലെങ്കിൽ നമുക്ക് പവർ സീരീസ് സൊല്യൂഷൻസ് ഉപയോഗിക്കാം. ഓക്കെ, വിൽ ജസ്റ്റ് സീ ദാറ്റ്. എന്താണ് പവർ സീരീസ് അറിയുമോ നിങ്ങൾക്ക്?
ഹാവ് യു ഹേർഡ് അബൌട്ട് പവർ സീരീസ്? ഇപ്പം ഇങ്ങനത്തെ എലിമെൻ്ററി ഫംഗ്ഷൻസ് വെച്ചൊക്കെ നമുക്ക് സൊല്യൂഷൻസ് ആക്കി എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത കേസുകൾ നമ്മൾ പവർ സീരീസിലേക്ക് പോവാണ്. അതൊരു സീരീസ് ആണ്, അത്രേ ഉള്ളൂ. ഒരു സീരീസ് ആണ് സം പെർട്ടിക്കുലർ ഫോം. നിങ്ങൾ ഓൾറെഡി നിങ്ങളൊരു അനാലിസിസിൽ സീരീസ് എന്താണെന്നൊക്കെ നമുക്ക് പഠിച്ചിട്ടുണ്ട്. സോ we'll see that power series. So it's actually an infinite series of this form, summation n equals 0 to infinity an into x raised to n. Formally it's actually a power series in x. The power series in x ആണ്. നിങ്ങൾ ഒരുപാട് പവർ സീരീസ് കണ്ടിട്ടുണ്ട്. ഓക്കെ, യു ഹാവ് ഓൾറെഡി സീൻ മെനി കൈൻഡ് ഓഫ് പവർ സീരീസസ്. So simply summation n equals 0 to infinity a n x raised to n. So it will be actually a naught plus a1x etc plus അങ്ങനെ പോകും. ഒരു ഇൻഫൈനൈറ്റ് സീരീസ് ആണ്. ഓക്കെ, so yeah, and also we say that a series is set to converge to a point x if this limit exists. Okay, and in this case the sum of series is the value of this limit. ലിമിറ്റ് പറഞ്ഞാൽ അതിൻ്റെ ഇത് ശരിക്കും എന്താ സാധനം എന്ന് പറയാൻ പറ്റും നിങ്ങൾക്ക്? ഞാൻ അവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാം ശരിക്കും. ഇത് നിങ്ങളിപ്പോൾ കഴിഞ്ഞ സെം പഠിച്ചിട്ടുള്ളൂ. ഒരു സീരീസ് നമ്മൾ കൺവേർജൻ്റ് ആണ് ഒരു പോയിന്റിലേക്ക് എങ്ങനെയാണ് പറയാം? അപ്പം എങ്ങനെ ചെക്ക് ചെയ്യാറ്? എങ്ങനെയാണ് നിങ്ങൾ ചെക്ക് ചെയ്യാറ്? ഒരു സീരീസ് കൺവേർജൻസ് നിങ്ങൾ എങ്ങനെയാണ് പറയാറ്? നിങ്ങൾ കഴിഞ്ഞ സെമ്മിൽ സീക്വൻസ് സീരീസ് പഠിച്ചില്ലേ? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കൺവേർജൻ. എന്തിൻ്റെ ലിമിറ്റ്? ആ സീരീസിന്റെ ലിമിറ്റ് എന്ന് പറയാം, അങ്ങനെയാണ് പഠിച്ചത്? അല്ല, സീരീസിന്റെ മറ്റേ എന്തേലും പേര്. അതായത് നിങ്ങളതിലൊരു സീരീസ് ഉണ്ട്, a0 പ്ലസ് a1 പ്ലസ് a2. അതിന്റെ എന്തോ ഒരു സീക്വൻസിന്റെ സമ്മിന്റെ. അതെ, എന്ത് സീക്വൻസിന്റെ സമ്മാണ് അത്? അത് നമ്മൾ ഡിഫൈൻ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് എന്ന് പറയും. പാർഷ്യൽ സംസ്. അതായത് ഇത്രേ ഉള്ളൂ. നിങ്ങൾ സീരീസ് തന്നെ അങ്ങനത്തെ ഒരു സംഭവമാണല്ലോ, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഇതാണ് നിങ്ങൾ സീരീസ്. ഓക്കെ, സമ്മേഷൻ സപ്പോസ് ദിസ് ഓർ സീരീസ് സമ്മേഷൻ n equals 0 to infinity a n. ഇതൊരു സീരീസ് ആണല്ലോ അല്ലേ? അപ്പോൾ ഇതിന്റെ കൺവേർജൻസ് എങ്ങനെ നിങ്ങൾ ചെക്ക് ചെയ്യുക? സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് എടുക്കുക. n വരെയുള്ള പാർഷ്യൽ സംസ്. അതെ, അത് നിങ്ങൾ ഇങ്ങനെ ഡിഫൈൻ ചെയ്യും. S1 എന്താ ഡിഫൈൻ ചെയ്യുക? S1 എന്ന് പറഞ്ഞാൽ a0 അല്ലെങ്കിൽ S0, ഡസൻറ്റ് മാറ്റർ, ഡിഫൈൻ ചെയ്യാം. S1 എന്ന് പറഞ്ഞാൽ a0 പ്ലസ് a1, S2 എന്ന് പറഞ്ഞാൽ a0 പ്ലസ് a1 പ്ലസ് a2 അല്ലേ? ഈ ഒരു മോഡലിൽ. അപ്പോൾ നിങ്ങൾ ശരിക്കും ചെയ്യുന്ന ആദ്യം ഇവിടെ വരെയുള്ള വാല്യൂ എന്താ നോക്കും, ആ കിട്ടിയ സീരീസിൻ്റെ സം എന്താ നോക്കും, പിന്നെ നിങ്ങൾ ഇത് രണ്ടും കൂട്ടി നോക്കും. ഇത് ഇപ്പോൾ a0 തന്നെ കിട്ടും നമുക്ക് അല്ലേ? അടുത്ത നിങ്ങൾക്ക് ഇവിടെ വരെ നോക്കും, സെക്കൻഡ് ടേം വരെ നോക്കും. a0 പ്ലസ് a1 അത് S1 ആണ്. അപ്പോൾ a0 പ്ലസ് a1 പ്ലസ് a2 അത് നിങ്ങൾക്ക് S3 ആണ്. ഇവിടെ S1 കിട്ടി, S2 കിട്ടി, S3 കിട്ടി, എക്സെട്ര. ഈ പാർഷ്യൽ സംസ്, ഇത് പാർഷ്യൽ സം അല്ലേ, മൊത്തം സം അല്ലല്ലോ, ഒരു പാർഷ്യൽ സം അല്ലേ? പാർഷ്യൽ എന്ന് ഇംഗ്ലീഷ് മീനിങ് തന്നെ ഉപയോഗിക്കാം. പാർഷ്യൽ എന്ന് ഒരു ചെറിയ പോർഷൻ ആയിട്ടുണ്ട് സമ്മ്. ഇവിടെ വരെയുള്ള സമ്മ് S1, ഇത് മൊത്തമുള്ള സമ്മ്, ഈ മൊത്തമുള്ള സമ്മ് S2, ഈ മൊത്തമുള്ള സമ്മ് ഇവിടെ വരെ S3. അങ്ങനെ ആ പാർഷ്യൽ സമ്മുകളുടെ സീക്വൻസ് എടുക്കാം. അതായത് S1, S2, S3 അങ്ങനെ എടുക്കുന്ന സീക്വൻസ്. അതിൻ്റെ പാർഷ്യൽസ് ഓഫ് സീക്വൻസ് സംസിൻ്റെ ലിമിറ്റ് ഇതിൻ്റെ അത് കൺവേർജ് ചെയ്യുമെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് പെർട്ടിക്കുലർ സീരീസ് കൺവേർജസ്. അതിൽ നമ്മൾ അങ്ങനെ നിങ്ങൾ പഠിച്ച അല്ലേ? സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് കൺവേർജ് ചെയ്യണം. എന്നിട്ട് ആ കൺവേർജ് ചെയ്യുന്ന പോയിൻ്റാണ് ശരിക്കും നിങ്ങൾ ഈ സമ്മ് വരിക. ആ ലിമിറ്റ് വാല്യൂ ആണ് നിങ്ങളെ ആ സമ്മ് വരിക. സോ അതാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, കഴിഞ്ഞ സമ്മ് പഠിച്ചായിരിക്കും അല്ലേ? അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സീക്വൻസ് അത് ക്ലിയർ. സംഭവം വളരെ സിമ്പിൾ കാര്യമാണ്. സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് നിങ്ങൾ സീരീസ് എടുക്കുക, അതിൻ്റെ ഇങ്ങനെ മുറിച്ച് സമ്മ് കാണുക, ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇപ്പോൾ എസ് എന്ന് പറഞ്ഞാൽ n വരെയുള്ള ടേം വരെയുള്ള സമ്മാണ് എസ് എന്ന് പറഞ്ഞാൽ, അത്രേ ഉള്ളൂ. അങ്ങനെ ഈ കിട്ടുന്ന ആ സമ്മുകളുണ്ടല്ലോ, കുറച്ച് വാല്യൂസ് നമുക്ക് കിട്ടുക, ആ സമ്മുകളുടെ സീക്വൻസ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഒരു സിമ്പിൾ സീരീസ് ഞാൻ തരികയാണ്. സമ്മേഷൻ n ഈക്വൽ 0 to infinity 1 power n. എന്താ അതിൻ്റെ വാല്യൂ? ഇത് നമ്മൾ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് നോക്കുകയാണ്. എന്താ ശരിക്കും ഇതിപ്പോൾ n ഈക്വൽ 0 1 power n എന്ന് പറയുമ്പോൾ എന്താ വരിക? 1 വരും. 1 പ്ലസ് 1 പ്ലസ് 1 പ്ലസ് അങ്ങനെ പോകുന്നൊരു സീരീസാണത് അല്ലേ? ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അപ്പ് ടു ഇൻഫിനിറ്റി. നമുക്ക് ഇവിടെ n ഈക്വൽ 0 to infinity സിംപ്ലി എ സീരീസ്. അപ്പോൾ ഇതിൻ്റെ S1 എന്താണ്? ഫസ്റ്റ് ടേം 1. S0 ഡസൻറ്റ് മാറ്റർ. ലിമിറ്റ് എടുക്കുമ്പോൾ ആ ഒരു ഡിസ്കഷൻ പ്രശ്നം വരുന്നില്ല. എനിക്കറിയില്ല നിങ്ങൾ എന്താ ഉപയോഗിച്ചത്, പക്ഷേ ഇറ്റ്സ് ഓക്കെ ആയിരിക്കും. അപ്പോൾ S2 എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് രണ്ട് ടേം സമ്മ് 1 പ്ലസ് 1 ഇപ്പോൾ 2. S3 എടുക്കുകയാണെങ്കിൽ
മൂന്നിൻ്റെ സമ്മ് 1 + 1 + 1 3. അങ്ങനെ ഈ കിട്ടുന്ന വാല്യൂസിൻ്റെ സീക്വൻസ്, അതായത് S1 S2 S3 അങ്ങനെ കിട്ടുന്ന വാല്യൂസിൻ്റെ സീക്വൻസ്, അതായത് 1 2 3 4 അങ്ങനെ പോകുന്ന സീക്വൻസ്, ഈ സീക്വൻസ് കൺവേർജൻ്റ് ആണോ നോക്കുക. ഈ സീക്വൻസ് കൺവേർജൻ്റ് ആണ്, ഒരു പെർട്ടിക്കുലർ പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യുന്നത്, നമുക്ക് ആ വാല്യൂ തന്നെയായിരിക്കും എന്താ പറയുക അതിൻ്റെ സീരീസിന് സം വരിക. അപ്പോൾ ഇത് കൺവേർജൻ്റ് ആണോ ഈ പോകുന്ന സീക്വൻസ് 1 2 3 4 അങ്ങനെ പോകുന്ന സീക്വൻസ് കൺവേർജൻ്റ് ആണോ? കൺവേർജൻ്റ് ഇല്ലല്ലോ. അല്ല അല്ലേ? ഇറ്റ് ഈസ് ഡൈവേർജൻറ്റ് സീരീസ്. അങ്ങനെയാണെങ്കിൽ ഈ സീരീസ് എപ്പോഴാണ് കൺവേർജ് ചെയ്യുക, എപ്പോഴാണ് ഡൈവേർജ് ചെയ്യുക? ഇതൊരു പവർ സീരീസ് ആണ്. സമ്മേഷൻ n = 0 to infinity an x⁻n ഫോമിലാണ് ഒരു പവർ സീരീസ് ആണ്. അതിൻ്റെ അകത്ത് an എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ആണ്, അത്രേ ഉള്ളൂ. ഓരോ കേസിലും an 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് ശരിക്കും ഇത് നിങ്ങൾക്ക് അറിയുന്ന ഒരു സീക്വൻസ് തന്നെയാണ്, ഒരു സീരീസ് തന്നെയാണ് ശരിക്കും. ഇത് എങ്ങോട്ടാണ് കൺവേർജ് ചെയ്യുക, അല്ല എപ്പോഴാണ് കൺവേർജ് ചെയ്യുക? എപ്പോഴാണ് കൺവേർജ് ചെയ്യുക? സമ്മേഷൻ n = 0 to infinity xn എന്ന് പറഞ്ഞാൽ n-ന് 0 കൊടുക്കുക, അപ്പോൾ x⁻0 പറഞ്ഞാൽ 1 കിട്ടും. n-ന് 1 കൊടുക്കുക, അപ്പോൾ x കിട്ടും. n-ന് 2 കൊടുക്കുക, x² കിട്ടും. അങ്ങനെ പോകുന്ന ഒരു സീരീസാണ്. ഞാൻ എൻ്റെ ചോദ്യം എന്താ വെച്ചാൽ, ഇത് ഏതൊക്കെ വാല്യൂസ് ഓഫ് എക്സിനാണ് അത് കൺവേർജ് ചെയ്യുക, ഏതൊക്കെ വാല്യൂസ് ഓഫ് എക്സിനാണ് അത് ഡൈവേർജ് ചെയ്യുക, അതെനിക്ക് അറിയേണ്ടത്. ഇതൊരു പവർ സീരീസ് ആണ്. സമ്മേഷൻ n = 0. ഇവിടെ ഞാൻ പെർട്ടിക്കുലർ നിങ്ങൾക്ക് വാല്യൂ തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ 1 1 1 1 എന്ന വാല്യൂ തന്നു ഈ ഏത് സംഭവത്തിൽ, ഈ സീക്വൻസിൽ, ഈ സീരീസിൽ. ഓക്കെ, പക്ഷെ ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഒരു പവർ സീരീസ് ആണ്. ഇൻ ജനറൽ വേരിയബിൾ എക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. നമ്മൾ ചോദിക്കുന്നത് എന്താ വെച്ചാൽ, ഇത് എപ്പോഴാണ് ഇത് കൺവേർജ് ചെയ്യുക, എപ്പോഴാണ് ഇത് ഡൈവേർജ് ചെയ്യാന്ന് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അവിടെ പഠിച്ച അതേ നോഷൻസ് നമ്മൾ ഇവിടെയും ഉപയോഗിക്കേണ്ടതുള്ളൂ. ഓക്കെ, ഇത് എപ്പോഴാണ് അത് കൺവേർജ് ചെയ്യുക പറയും? സമ്മേഷൻ n = 0 to infinity x⁻n ഏതൊക്കെ വാല്യൂസ് ഓഫ് എക്സിന് അത് കൺവേർജ് ചെയ്യുക, അത് നമുക്ക് അറിയേണ്ടത്. അത് നമുക്ക് ഇതിൻ്റെ ഈ സീരീസിൻ്റെ റീജിയൻ ഓഫ് കൺവേർജൻസ് നമ്മൾ കണ്ടിരിക്കാൻ പോകുക. അതായത് ഏത് റീജിയനിലാണ് ഇത് കൺവേർജ് ചെയ്യുക എന്നാണ് നമ്മൾ, ഏതൊക്കെ വാല്യൂസ് ഓഫ് എക്സിന് അത് കൺവേർജ് ചെയ്യും നമ്മൾ കണ്ടുപിടിക്കാൻ പോകണം. പറയൂ, ആരോ ഒന്ന് പറഞ്ഞല്ലോ. 0 വരണം. എക്സിന് നമ്മൾ 0 കൊടുത്താൽ, ഇപ്പോൾ എക്സ് 0 എടുത്താൽ ഒബ്വിയസ്ലി ഇത് കൺവേർജ് ചെയ്യുമോ? കൺവേർജ് ചെയ്യില്ല. ഓക്കെ, പിന്നെ വേറെ വാല്യൂസ്? അല്ലെങ്കിൽ അത് ഡൈവേർജ് ചെയ്ത് പോവല്ലേ? എല്ലാ വാല്യൂസും ഡൈവേർജ് ചെയ്ത് പോകും. അപ്പോൾ ഒബ്വിയസ്ലി നിങ്ങൾ x 1 എടുത്താൽ എന്താ സംഭവിക്കും? അപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടു x 1 എടുത്താൽ. -1 എടുത്താലോ? -1 കൊടുത്തോളൂ. -1 എടുത്താൽ എന്താ സംഭവിക്കും? -1 എടുത്താല് 1 -1 0ലേക്ക് കൺവേർജ് ചെയ്യുമോ? 1 പ്ലസ് എന്താ വരിക? 1 പ്ലസ് -1 പ്ലസ് 1 -1 പ്ലസ് 1 -1 അങ്ങനെ ക്യാൻസൽ ചെയ്തൂലേ? ക്യാൻസൽ ചെയ്ത് പോകാം. പക്ഷെ ഒരു എൻഡ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ഓൾട്ടർനേറ്റിംഗ് സീരീസിൻ്റെ എങ്ങനെയാണ് നിങ്ങൾ എന്തായാലും അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് അല്ല അല്ലേ? ഇറ്റ് ഈസ് നോട്ട് അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ്. വേറെ ഒരു വാല്യൂസ് നിങ്ങൾക്ക് ഇത് കൺവേർജൻ്റ് ആയിട്ട് കിട്ടില്ല, x = 0 മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഒരു സംഭവം പഠിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്കത് ഡിസ്കസ് ചെയ്യാം. സോ നമ്മൾ ഈ പവർ സീരീസിനൊക്കെ ശരിക്കും ഒരു റീജിയൻ ഓഫ് കൺവേർജൻസ് ഉണ്ടാവും. അതായത് ഏതൊക്കെ വാല്യൂസ് ഓഫ് എക്സിനാണ് ശരിക്കും ഇത് കൺവേർജ് ചെയ്യുക എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ സീരീസിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഈ സീരീസ് mod x < 1 ഇത് കൺവേർജ് ചെയ്യും. ആൻഡ് വെൻ mod x > 1 ഇത് ഡൈവേർജ് ചെയ്യും. ഒബ്വിയസ്ലി 1ലും ഡൈവേർജ് ചെയ്യും, x = 1 എടുത്താലും ഡൈവേർജ് ചെയ്യും. പക്ഷേ ഇത് ഞാൻ പറയുന്നത് നമുക്കൊരു ക്വസ്റ്റ്യൻ ഞാൻ പറയുന്നുണ്ട്, നമുക്കൊരു നിങ്ങൾ റേഷ്യോ ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞ ശേഷം പഠിച്ചിട്ടുണ്ടാവും സീരീസിൻ്റെ ഇതിൽ അല്ലേ, കൺവേർജൻസ് ഒക്കെ പറയും. അപ്പം അത് വെച്ച് നമുക്കിത് പറയാം. അപ്പം ഇൻ ജനറൽ ഈ സീരീസിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഈ സീരീസ് mod x < 1, അതായത് -1 x < 1 നിങ്ങൾ ഏത് വാല്യൂ എടുത്താലും ഇത് കൺവേർജ് ചെയ്യും. നമുക്ക് റേഷ്യോ ടെസ്റ്റ് വെച്ച് പറയാൻ പറ്റും. അതുപോലെ mod x > 1 അത് ഡൈവേർജ് ചെയ്യും. അത് ഞാൻ പറയാം. അപ്പം
ഈ സീരീസ് ഇപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഓരോ സീരീസും ശരിക്കും നമുക്കൊരു പറയൂ. എല്ലാ പവർ സീരീസിനും ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഏത്? അതായത് ഒരു പെർട്ടിക്കുലർ റീജിയൻ ആർ നമുക്ക് ഒരു പെർട്ടിക്കുലർ വാല്യൂ ഓഫ് ആർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് പവർ സീരീസിന്റെ കേസിൽ. അതല്ല സാർ പറഞ്ഞില്ല മോഡ് എക്സ് ലെസ് ദാൻ 1 മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ 1 കൺവേർജ് ചെയ്യും ഡൈവേർജ് ചെയ്യുന്നത്. അതെ അത് ഈ പവർ സീരീസിനല്ലേ സിഗ്മ n ഈസ് ഈക്വൽ ടു ഈ പവർ സീരീസിന് ഈ പവർ സീരീസിനാണ് പറഞ്ഞത്. അപ്പോൾ ലെസ് ദാൻ 1 ആകുമ്പം അത് കൺവേർജ് ചെയ്യും, ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ ഇത് ഡൈവേർജ് ചെയ്യും. പക്ഷേ ഇൻ ജനറൽ അത് നമുക്ക് കണ്ടുപിടിക്കണം. അങ്ങനെ നമുക്ക് അപ്പോൾ ഇപ്പോൾ ഇവിടെ ഒരു 1 ഒരു പ്രത്യേകത ഉണ്ട്. ഈ 1ൻ്റെ ഇതിൻ്റെ സംശയിക്ക് നമ്മൾ എന്താ വിളിക്കുക? റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്ന് വിളിക്കും. മോഡ് എക്സ് ലെസ് ദാൻ ആർ ഇപ്പോൾ സം ആർ ഗ്രേറ്റർ ദാൻ 0 നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഈ ആറിനെ നമുക്ക് റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്ന് വിളിക്കാൻ പറ്റും. ഈ പെർട്ടിക്കുലർ എന്താ പറയുക പവർ സീരീസിൻ്റെ. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എന്നിട്ട് ഞാൻ ഇതിലേക്ക് വരാം. So the series converges if mod x less than r and diverges if mod x greater than r. Actually, this r is actually known as the radius of convergence of that particular power series. Above, in most of the cases, we can find like this. R can be found in this case. Like limit n tends to infinity mod a n by a n plus 1. If the limit exists, then limit exists ചെയ്യെങ്കിൽ ഇതായിരിക്കും r വരിക. ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ലെങ്കിൽ r നമ്മൾ ഇൻഫിനിറ്റി ആക്കി എടുക്കും. ഓക്കെ. ആൻഡ് ഇപ്പോൾ മോഡ് എക്സ് ലെസ് ദാൻ ആർ എന്ന് പറയുമ്പോൾ ആ ഇൻ്റർവെലാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇൻ്റർവെൽ ഓഫ് കൺവേർജൻസ്. അതായത് -r to r ആണ് നമ്മൾ ഇൻ്റർവെൽ ഓഫ് കൺവേർജൻസ് എന്ന് പറയുന്നത്. ഓക്കെ. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പവർ സീരീസ് എടുക്കുമ്പോൾ നമുക്ക് ഒരു റേഡിയസ് ഓഫ് ഒരു റീജിയൻ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ. വേർ വി ഷുഡ് ബി ഏബിൾ ടു ഫൈൻഡ് എ റീജിയൻ വേർ ഇറ്റ് കൺവേർജസ് ആസ് വെൽ ആസ് ഇറ്റ് ഡൈവേർജസ്. സോ അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയാം. നിങ്ങൾ കഴിഞ്ഞ സെമ്മിൽ ഓൾറെഡി സീരീസ് കൺവേർജൻസ് പഠിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പം ഈ കേസിൽ എങ്ങനെയൊക്കെ നമുക്കത് പറയാൻ പറ്റുക? ഒരു മിനിറ്റ്. അത് കുറച്ച് എക്സാമ്പിൾസ് ഞാൻ എക്സ്ട്രാ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ. ഇത് വേറൊരു റിസൾട്ടാണ് ശരിക്കും. ഇപ്പോൾ ഈ പറയുന്ന റിസൾട്ടാണ് ശരിക്കും. അതായത് ഇറ്റ് സേസ് ദാറ്റ് സപ്പോസ് summation n equals 0 to infinity a n x n converges, say for mod x less than r where r is greater than 0, and if we can represent that particular power series as some function of x, okay, ഒരു f of x ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും എങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആ f of x കണ്ടിന്യൂസ് ആയിരിക്കും. It will be continuous and it will have all orders of derivatives for mod x less than r. ആ റീജിയനിൽ ഇതിൻ്റെ ആ ഫംഗ്ഷൻ കണ്ടിന്യൂസും ആയിരിക്കും. അതിൻ്റെ എല്ലാ ഓർഡർ ഡെറിവേറ്റീവ്സും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ശരിക്കും ഇത് പോണത് എങ്ങോട്ടാന്ന് വെച്ചാൽ അനലിറ്റിക് ഫംഗ്ഷൻസ് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അനലിറ്റിക് ഫംഗ്ഷൻ എന്താ അറിയാം? നമുക്ക് അനലിറ്റിക് ഫംഗ്ഷൻ എന്താ കേട്ടിട്ടുണ്ടോ? അനലിറ്റിക് ഫംഗ്ഷൻ ഉദ്ദേശിക്കുന്നത് ശരിക്കും വേറെ ഒന്നല്ല. അതായത് ഒരു ഫംഗ്ഷൻ അനലിറ്റിക് ആണെങ്കിൽ ഒരു പെർട്ടിക്കുലർ റീജിയനിൽ ഒരു പോയിന്റിൽ അനലിറ്റിക് ആവണമെങ്കിൽ ആ പോയിന്റിൻ്റെ ഒരു നൈബർഹുഡിലുള്ള എല്ലാ പോയിന്റ്സിനും അതിനൊരു എന്താ പറയുക ഒരു ടേലർ സീരീസ് എക്സ്പാൻഷൻ ഉണ്ടാവും അബൌട്ട് ദാറ്റ് പെർട്ടിക്കുലർ പോയിന്റ് x നോട്ട്. അപ്പോൾ അത് ഈ പവർ സീരീസ് തന്നെ നമുക്ക് അതിലേക്ക് എത്താം. ഓക്കെ. ടേലർ സീരീസ് എന്നത് ശരിക്കും ഒരു ടൈപ്പ് ഓഫ് പവർ സീരീസ് തന്നെയാണ്. അപ്പോൾ അങ്ങനത്തെ ഫംഗ്ഷൻസിന് നമുക്ക് ശരിക്കും അനലിറ്റിക് ഫംഗ്ഷൻസ് എന്ന് പറയാം. അപ്പോൾ അതും കൂടി നമുക്ക് അത് ഞാൻ പറയുന്നുണ്ട് അടുത്ത സ്ലൈഡിൽ പറയുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഇത്രയും മനസ്സിൽ വയ്ക്കുക. ഇതൊരു റിസൾട്ടാണ്. ഇതിൻ്റെ പ്രൂഫ് നമുക്ക് വെരിഫൈ ചെയ്താൽ കിട്ടും. നമുക്ക് ജസ്റ്റ് നെറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അതായത് നമ്മളെ പവർ സീരീസ് ഇറ്റ് ഈസ് കൺവേർജൻ ഇൻ സം റീജിയൻ ഓഫ് കൺവേർജൻസ്. ഓക്കെ. ഒരു -r ലെസ് ദാൻ x ലെസ് ദാൻ r എന്നീ പവർ സീരീസ് കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു f of x ഒരു ഫംഗ്ഷനിലേക്ക് കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആ ഫംഗ്ഷൻ ഇറ്റ് വിൽ ബി കണ്ടിന്യൂസ് ഇൻ ദാറ്റ് റീജിയൻ ആസ് വെൽ ആസ് ഇറ്റ് വിൽ ഹാവ് ഓൾ ഓർഡേഴ്സ് ഓഫ് ഡെറിവേറ്റീവ്സ്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് f of x എങ്ങനെ എഴുതാൻ പറ്റുമെന്ന് വിചാരിക്കും. അതായത് f of x is equal to a naught
പ്ലസ് a1x പ്ലസ് a2x² എക്സെട്ര പ്ലസ് അങ്ങനെ എഴുതാൻ പറ്റുന്ന വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എഫ് ഡാഷ് എക്സ്, ഇപ്പോൾ ഇത് ഞാൻ പറഞ്ഞു ഈ റിസൾട്ട് വെച്ചിട്ട് നമുക്ക് എഫ് ഡാഷ് എക്സ് കാണാൻ പറ്റും. അപ്പോൾ എഫ് ഡാഷ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, ഇതിന് ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ a1 പ്ലസ് 2a2x പ്ലസ് 3a3x² എക്സെട്ര എന്ന് കിട്ടും. അത് സമ്മേഷൻ n = 1 to infinity n an x⁻n−1 എന്ന് കിട്ടും. അതേപോലെ നിങ്ങൾ സെക്കൻഡ് ഡെറിവേറ്റീവ് കാണുകയാണെങ്കിൽ ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അസംഷനാണ്. അതായത് ഞാൻ അസ്യൂം ചെയ്യാണ് ശരിക്കും എൻ്റെ ഈ പവർ സീരീസ് ഇത് കൺവെർജൻ്റ് ആണ് ഇൻ എ റീജിയൻ. ഓക്കെ, സോ ബൈ ദിസ് തിയറം we have this result that it is continuous as well as it has all order derivatives. ഓക്കെ, എല്ലാ ഓർഡർ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യും, വാല്യൂസ് എക്സിസ്റ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫർദർ പോകുന്നു കേട്ടോ. അപ്പോൾ f(x) എനിക്ക് ഇങ്ങനെ അസ്യൂം ചെയ്യാൻ പറ്റും. അപ്പോൾ f'(x) എനിക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം. a1 പ്ലസ് 2a2x പ്ലസ് 3a3x² പ്ലസ് എക്സെട്ര. സോ ഇറ്റ് ക്യാൻ ബി റിട്ടൺ സമ്മേഷൻ n = 1 to infinity n an x⁻n−1. അതുപോലെ f'(x) കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് 2a2 പ്ലസ് 3 × 2a3 എക്സെട്ര എന്നിട്ട് ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇത് സംതിങ് സമ്മേഷൻ n = 2 to infinity n × n−1 × an x⁻n−2 എന്ന് കിട്ടും. അപ്പോൾ ശരിക്കും നമുക്ക് നിങ്ങൾ നോക്കൂ, ഇവിടെ ഒരു മിനിറ്റ്, എനിക്ക് ഈ കോഎഫിഷ്യൻസ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ എനിക്ക് എൻ്റെ അടുത്ത് f(x) എനിക്ക് സപ്പോസ് ഈ കോഎഫിഷ്യൻ, അതായത് ഈ കോഎഫിഷ്യൻസിൻ്റെ ഒരു ബന്ധം നമുക്ക് വിത്ത് റെസ്പെക്ട് ടു എഫ് പറയാൻ പറ്റും. അതാണ് നമ്മൾ പറയാൻ പോകുന്നത്, അത്രേ ഉള്ളൂ. അതിനാണ് ഞാനിപ്പോൾ ഇത്രയും പോർഷൻസ് ഞാൻ പറഞ്ഞുകൊണ്ട് പോകുന്നത്. അതായത് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഫംഗ്ഷൻ ഇങ്ങനത്തെ ഈ പവർ സീരീസ് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഈ കോഎഫിഷ്യൻസ് എന്താണെന്ന് പറയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ f'(x) നോക്കൂ. നിങ്ങൾ f'(x) പറഞ്ഞാൽ a1 പ്ലസ് 2a2x പ്ലസ് 3a3x² എക്സെട്ര ആണ്. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും നിങ്ങൾ f'(0) കണ്ടാൽ എന്താ വരിക? f'(0) കണ്ടാൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? a1 കിട്ടും അല്ലേ? f(0) കണ്ടാൽ നിങ്ങൾക്ക് a0 കിട്ടും. ഇതിൻ്റെ f(0) കണ്ടാൽ x-ന് 0 കൊടുത്താൽ f(0) a0 കിട്ടും. അതുപോലെ നിങ്ങൾ ഇവിടെ നോക്കൂ. അപ്പോൾ f'(0) നമുക്ക് a1 കിട്ടി. പക്ഷെ നിങ്ങൾ f'(0) കണ്ടാൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? 2a2 കിട്ടുക. ഓക്കെ, ഓർ വി ക്യാൻ സേ a2 is nothing but f'(0) by, അതായത് a2 എന്ന് പറഞ്ഞാൽ f'(0) by 2 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതേപോലെ നിങ്ങൾ ഫർദർ നിങ്ങൾ സപ്പോസ് f'(x) കാണുകയാണെങ്കിൽ എന്താ കിട്ടുക? we are going to find f'(x) it will be what? ഇത് 0 ആവും. അപ്പോൾ ഇത് എന്ത് വരും? ഈ ഫസ്റ്റ് ടേം മാത്രം എന്താ വരിക? 3 × 2 × a3 എന്ന് വരും, പ്ലസ് ബാക്കി ടേംസ് ഉണ്ടാവും. ഓക്കെ, അതിൽ അതിലെന്തായാലും എക്സ് ഉണ്ടാവും. ആ ഒരു കോഎഫിഷ്യൻ്റ് ഉണ്ടാവും, അതിൽ എക്സ് ടേംസും വരും അല്ലേ? സോ f'(0) കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? നിങ്ങൾക്ക് 3 × 2 × a3 എന്ന് കിട്ടും. അതായത് നമുക്ക് a3 എന്ത് കിട്ടും? f'(0) ഡിവൈഡ് ബൈ 3 × 2, അല്ലെങ്കിൽ നിങ്ങൾക്ക് 3 ഫാക്ടോറിയൽ എന്ന് എഴുതാം വേണമെങ്കിൽ. 3 × 2 എന്ന് പറഞ്ഞാൽ 3 × 2 × 1 ഉണ്ടോ എന്ന് തന്നെയാണല്ലോ. അപ്പോൾ 3 ഫാക്ടോറിയൽ എന്ന് എഴുതാം. ഇവിടെ അതേപോലെ 2 എന്ന് പറയുമ്പോൾ 2 × 1 ആണ്, നമുക്ക് 2 ഫാക്ടോറിയൽ എന്ന് എഴുതാം. അപ്പോൾ ഇൻ ജനറൽ നിങ്ങളിത് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് എന്താ കിട്ടുക എന്ന് വെച്ചാൽ ഓരോ എനും നിങ്ങൾക്ക് ഈ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഈ ബ്രാക്കറ്റ് n ഉദ്ദേശിക്കുന്നത് n ഉദ്ദേശിക്കുന്നത് is nothing but n times derivative. Okay, we are taking n times derivative, so we just denoting like this, ബ്രാക്കറ്റിൽ സ്മോൾ n കൊടുക്കും. അപ്പോൾ ഇങ്ങനെ ഒരു പവർ സീരീസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ പവർ സീരീസ് ഒരു ഫംഗ്ഷനിലേക്ക്, അതായത് ഒരു ഫംഗ്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക, ആ ഫംഗ്ഷൻ f(x) നമുക്ക് ആ പവർ സീരീസിൻ ടേംസ് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിൽ അതിലുള്ള കോഎഫിഷ്യൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവും. അതായത് a എന്ന് പറഞ്ഞാൽ f(n) ഫോമിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമുക്കറിയുന്ന പവർ സീരീസുകളാണ്. നമ്മൾ നോക്കൂ, ഈ പവർ എക്സ് ഇതൊക്കെ നമുക്ക് പണ്ട് നമ്മൾ ചെറുപ്പം മുതൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ്. ചെറുപ്പം മുതൽ വെച്ചാൽ നിങ്ങൾ ഡിഗ്രി ഒക്കെ പഠിക്കുന്ന കാര്യങ്ങളാണ്. അത് e⁻x-ന്റെ സീരീസ് എക്സ്പാൻഷൻ എന്താ? സമ്മേഷൻ n = 0 to infinity x⁻n by n ഫാക്ടോറിയൽ. ഇറ്റ് ഈസ് ആക്ച്വലി എ പവർ സീരീസ്. ഇതൊരു പവർ സീരീസ് ഫോമിലല്ല. a എന്ന് പറഞ്ഞാൽ എന്താ? 1/n ഫാക്ടോറിയൽ അല്ലേ? ഇതിനെങ്ങനെ എഴുതാം? നമുക്ക് സമ്മേഷൻ n = 0 to infinity an x⁻n എഴുതാം. വേർ an is what? an is 1/n ഫാക്ടോറിയൽ. ഇതിൻ്റെ
അതുപോലെ ഇവിടെ നിങ്ങൾ നോക്കൂ, ഇതിലും സൈൻ എക്സിൻ്റെ വി ഹാവ് എൻ എക്സ്പാൻഷൻ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന സീരീസ് എക്സ്പാൻഷൻസ് ആണ് അല്ലേ, കോസ് എക്സിൻ്റെ, സൈൻ എക്സിൻ്റെ. സോ ഇതെല്ലാം ആക്ച്വലി ദർ ഓൾ എക്സാമ്പിൾസ് ഓഫ് പവർ സീരീസ്. ദർ ഓൾ എക്സാമ്പിൾസ് ഓഫ് പവർ സീരീസ്. അപ്പോൾ ഇവിടെ ഞാൻ ഇ റേസ് ടു എക്സ് ഈക്വൽ ടു ഇങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഓൾറെഡി അറിയുന്ന എക്സ്പാൻഷൻസ് ആണ്. അപ്പോൾ അതിൻ്റെ മീനിങ് ശരിക്കും ഇതാണ്, ഇതൊരു പവർ സീരീസ് ആണ്. ഈ പവർ സീരീസിൻ്റെ അതായത് ഈ ഫംഗ്ഷൻ നമുക്ക് ഈ രീതിയിൽ എഴുതാൻ പറ്റും, ഈ രീതിയിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും, ഒരു പവർ സീരീസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. ഇ റേസ് ടു എക്സ്, സൈൻ എക്സ്, കോസ് എക്സ് എല്ലാം കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ആണ്. ഓവർ ആർ എടുത്തോളൂ, ഇറ്റ് ഇസ് ഓൾ കണ്ടിന്യൂസ് ഫംഗ്ഷൻസ്. സോ ഇതൊക്കെ പവർ സീരീസിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, സോ പിന്നെ നേരത്തെ പറഞ്ഞ അനലിറ്റിക് ഫംഗ്ഷൻ്റെ കാര്യം പറഞ്ഞത് അത് ഇത് തന്നെയാണ്. അതായത് എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വിത്ത് എ പ്രോപ്പർട്ടി ദാറ്റ് എ പവർ സീരീസ് എക്സ്പാൻഷൻ ഓഫ് ദ ഫോം എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ എൻ ഈക്വൽ 0 to infinity a n x minus x naught power n is valid in some neighborhood of the point x naught is said to be analytic at x naught. അതായത് and also one is called the Taylor series of f of x at x naught. x naught എന്ന പോയിന്റിലുള്ള എഫ് ഓഫ് എക്സിൻ്റെ ടൈലർ സീരീസ് എക്സ്പാൻഷൻ ഈ ഫോമിലുണ്ടാവും. ഇതൊരു പവർ സീരീസ് ആണ്. ഓക്കെ, നേരത്തെ നമ്മൾ ഡിഫൈൻ ചെയ്തതിൽ എക്സ് നോട്ട് ഇതാണ് ശരിക്കും ജനറൽ ഫോം വരിക. അതിൻ്റെ അകത്ത് എക്സ് നോട്ട് 0 എടുക്കുമ്പോൾ നമുക്ക് നേരത്തെ ഈ സമ്മേഷൻ n equal 0 to infinity a n x raised to എന്ന് കിട്ടുന്നത്. അപ്പോൾ അനലിറ്റിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇത് കോംപ്ലക്സിൽ നമ്മൾ കോംപ്ലക്സ് ഫംഗ്ഷൻസ് നമുക്ക് ഡിഫൈൻ ചെയ്യാം, റിയൽ അനലിറ്റിക് ഫംഗ്ഷൻസും ഉണ്ട്. ഓക്കെ, പക്ഷേ നമ്മൾ കുറച്ചും കൂടി നമ്മൾ പഠിക്കുക, എനിക്ക് തോന്നുന്നു നിങ്ങൾ അടുത്ത സെമ്മിൽ കോംപ്ലക്സിൻ്റെ പേപ്പർ പഠിക്കുമ്പോൾ നിങ്ങൾ മെയിനായിട്ട് പഠിക്കുന്ന ഒരു റീജിയനാണ് ഈ അനലിറ്റിക് ഫംഗ്ഷൻസ്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ പോയിന്റ് എക്സ് നോട്ട് എടുത്താൽ അതിൻ്റെ നൈബർഹുഡ് എടുക്കുക. ആ നൈബർഹുഡിൽ ഏത് ഒരു പെർട്ടിക്കുലർ പോയിന്റ് എടുത്താലും എക്സ് എടുത്താലും നമുക്ക് അതിനൊരു പവർ സീരീസ് എക്സ്പാൻഷൻ ഉണ്ടാവണം ഈ രീതിയിൽ. അങ്ങനെയെങ്കിൽ ശരിക്കും നമുക്ക് അതിനെ അനലിറ്റിക് ഫംഗ്ഷൻ എന്ന് പറയും. അതിന് പല പല ഇതുമുണ്ട്, പല പല കണക്ഷൻസും ഉണ്ട്. ഐ മീൻ ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഈ അനലിറ്റിക് ഫംഗ്ഷൻസ് എല്ലാം ഇൻഫിനിറ്റ്ലി മെനി ടൈംസ് ഡിഫറൻഷ്യബിൾ ആയിരിക്കും. അപ്പോൾ ആ കോൺസെപ്റ്റിനെ കൊണ്ട് നമുക്ക് ഈ എഫ് റേസ് ടു എൻ എപ്പോഴും ഡിഫൈൻ ചെയ്യാൻ പറ്റും അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ്. അപ്പോൾ നമുക്ക് അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ എ എൻ ഇങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റും. എ എൻ നമ്മൾ നേരത്തെ റിലേറ്റ് ചെയ്തല്ലോ, ഇവിടെ നമ്മൾ ചെയ്തു എങ്ങനെയാണ് എ എൻ കണ്ടുപിടിക്കുന്നത്. അതുപോലെ we can write here a n will be actually equal to f power n into x naught by n factorial, and this kind of series is actually known as a Taylor series. Okay, Taylor series നിങ്ങൾ കേട്ട് കാണും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കുറച്ച് നമ്മൾ ഫർദർ നമ്മളെ ഇതിലേക്ക് നമ്മളിതിൻ്റെ സിലബസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. സിലബസിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന രീതിയിലാണ് സിലബസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഐ തിങ്ക് യു ഹാവ് ഡിസ്കസ്ഡ് അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഡിഗ്രിക്ക്. ഓക്കെ, സോ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു സീ ദ സീരീസ് സൊല്യൂഷൻസ് ഓഫ് ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. എങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ നോക്കാൻ പോകണം. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ ഇത്രയും കാലം നമ്മൾ ചെയ്ത ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് നമ്മൾ പവർ സീരീസ് സൊല്യൂഷൻസ് കണ്ടിട്ടില്ല. ഓക്കെ, അപ്പം there are differential equations which cannot be solved using techniques what we already learned. നമ്മൾ ഇത്രയും കാലം പഠിച്ച ടെക്നിക്സ് കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റാത്ത ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് സോൾവ് ചെയ്ത് നോക്കാൻ വേണ്ടി നമ്മൾ പുതിയ ടെക്നിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് യൂസിങ് പവർ സീരീസ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ഫസ്റ്റ് ചെയ്ത എക്സാമ്പിൾ ഉണ്ട്, y dash is equal to y. y dash is equal to y എന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒരു സൊല്യൂഷൻ നമുക്ക് എന്താ കിട്ടിയിട്ടുണ്ടായിരുന്നു? എന്തായാലും നമുക്ക് കിട്ടിയ ഒരു സൊല്യൂഷൻ എന്താ നമുക്ക് കിട്ടി? ഇ റേസ് ടു എക്സ് സൊല്യൂഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അല്ലേ? ഇ റേസ് ടു എക്സ് അല്ലെങ്കിൽ ഇ റേസ് ടു കെ ഇൻറ്റു ഇ റേസ് ടു എക്സ് എല്ലാം സൊല്യൂഷൻസ് ആണ് y dash is equal to y-ൻ്റെ. ഓക്കെ, സോ വി ആർ ഗോയിങ് ടു find the solution of this differential equation under this or using this particular technique. പവർ സീരീസ് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ അത് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ പവർ സീരീസ് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പോകും. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യാണ് there exists a power series solution for this particular differential equation, and say that power series is this one, summation n equal 1 to infinity 0 to infinity a n x raised to n എന്നൊരു പവർ സീരീസ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് അസ്യൂം ചെയ്യാണ്, which converges in some region of convergence, that is mod x less than r, where r is greater than 0. Okay, so നമ്മൾ നേരത്തെ ഒരു റിസൾട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പവർ സീരീസ് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. I already told one result down. അതെ, ഈ റിസൾട്ട്. അപ്പോൾ ഈ ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷന് പവർ സീരീസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഓക്കെ,
and that series converges when mod x less than r where r greater than 0 ആണെങ്കിൽ ആ എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് ആയിരിക്കും. ഇറ്റ് വിൽ ഹാവ് ഓൾ ഓർഡർ ഡെറിവേറ്റീവ്സ്, എല്ലാ ഓൾ ഡെറിവേറ്റീവ്സും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് എക്സിസ്റ്റ് ചെയ്യും. ഡെറിവേറ്റീവ് ഉള്ള മീനിങ് എന്താ, അതിൻ്റെ വാല്യൂ ആ പർട്ടിക്കുലർ ഏത് പോയിന്റ് ആ ഡൊമൈനിൽ എക്സിസ്റ്റ് ചെയ്യുന്നതാണ് ഉദ്ദേശിക്കുന്നത്. സോ ഹിയർ so we are assuming that say y is equal to a0 plus a1x plus a2x square etc plus anx raised to n എന്ന് പറഞ്ഞ ഒരു പവർ സീരീസ് സൊല്യൂഷൻ ഉണ്ടെന്ന് അസ്യൂം ചെയ്യാണ്, ആൻഡ് വിച്ച് കൺവേർജസ് വെൻ mod x less than r. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. കാരണം ഡിഫറൻഷ്യബിൾ ഫംഗ്ഷനാണ് ഈ y. അങ്ങനെ സൊല്യൂഷൻ y എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഡിഫറൻഷ്യബിൾ ആയിരിക്കും. അപ്പം y ഡാഷ് നമ്മൾ കണ്ടുപിടിക്കുന്നു ആദ്യം ഇതിൻ്റെ അകത്തുനിന്ന്. y ഡാഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, a1 plus 2a2x plus 3a3x square എക്സെട്ര പ്ലസ് n plus 1 a n plus 1 x raised to n എക്സെട്ര എന്ന് കിട്ടും. അപ്പം y ഇങ്ങനത്തെ ഒരു സൊല്യൂഷനാണ് y എങ്കിൽ, ഇതുപോലത്തെ ഒരു സൊല്യൂഷനാണ് y എങ്കിൽ ഇറ്റ് വിൽ ഓബിയസ്ലി സാറ്റിസ്ഫൈ ദിസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ നമ്മൾ y ഡാഷ് ഓൾറെഡി കണ്ടുവച്ചു. ഇപ്പോൾ ഇവിടെ ജസ്റ്റ് y ഡാഷും y ഇക്വേറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ y ഡാഷും y നിങ്ങൾ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കിട്ടും, y ഡാഷും y ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം എക്സ് റേസ് ടു സീറോൻ്റെ കോഎഫിഷ്യൻ്റ് ഏതാ, ഇവിടെ എക്സ് റേസ് ടു സീറോ ആണത്, ഇത് എക്സ് റേസ് ടു സീറോ ആണ്, ഇത് എക്സ് പവർ 1 and so on. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ ഇക്വേറ്റ് ചെയ്യുമ്പം ഈ രണ്ട് ഇക്വേഷൻസ് നിങ്ങൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ കിട്ടുക, a1 a0 സെയിം ആയിരിക്കണം. ഓക്കെ, അതായത് ഇഫ് y ഡാഷ് ഇസ് ഈക്വൾ ടു 1, y ഡാഷ് ഇസ് ഈക്വൾ ടു y ആണെങ്കിൽ a1 a0 സെയിം ആയിരിക്കണം. അതുപോലെ എക്സ് പവർ 1ൻ്റെ കോഎഫിഷ്യൻസ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ a1ഉം 2a2 സെയിം ആയിരിക്കണം. അതായത് യു ഗെറ്റ് സംതിങ് ലൈക്ക് a2 is equal to a1. അതുപോലെ x3ൻ്റെ എക്സ് സ്ക്വയറിൻ്റെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ കിട്ടുക, x3 അല്ല എക്സ് സ്ക്വയറിൻ്റെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ a2 is equal to 3a3 എന്ന് കിട്ടും. സോ യു ഗെറ്റ് 3a3 is equal to a2 എന്ന് കിട്ടും. അതുപോലെ ഇൻ ജനറൽ ഇഫ് യു ടേക്ക് എക്സ് പവർ n ടേം, സോ യു ടേക്ക് എക്സ് പവർ n ടേം കമ്പയർ ചെയ്താൽ നിങ്ങൾക്ക് an is equal to n plus 1 into an plus 1 കിട്ടും. an is equal to n plus 1 into n plus 1 കിട്ടും, ഒരു ജനറൽ ടേം. സോ വാട്ട് വി ക്യാൻ ഗെറ്റ് ഇസ് a0 എന്ന് പറഞ്ഞാൽ a1 എന്ന് പറഞ്ഞാൽ a0 ആയിരിക്കും, ഫൈൻ. ഇതിൻ്റെ അകത്ത് നിന്ന് a2 എന്ന് പറഞ്ഞാൽ a1 by a2 ആയിരിക്കും. സോറി a0 2a1 is equal to a1 ആണ്, പക്ഷേ a1 ഓൾറെഡി a0 ആണ്. അപ്പം a2 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും, a0 by 2 കിട്ടും. ഓക്കെ, a2 എന്ന് പറഞ്ഞാൽ a0 by 2 കിട്ടും. ഇവിടെ നമുക്ക് കിട്ടുക 3a3 ഈക്വൽ ടു a2 ആണ്. അപ്പോൾ a3 എന്ന് പറഞ്ഞാൽ a2 by 3 ആണ്, പക്ഷേ a2 ഓൾറെഡി എന്താണ്, a2 നമ്മൾ കണ്ടുപിടിച്ചു a0 by 2 ആണ്. അപ്പോൾ ഇതെന്ത് വരും, a0 by 3 into 2 എന്ന് വരും, a0 by 3 into 2 എന്ന് വരും. അതേപോലെ ഇഫ് യു ഗോ ഓൺ ലൈക്ക് ദിസ്, വാട്ട് യു ക്യാൻ ഫൈൻഡ് ദിസ് an will be actually equal to a0 by n factorial, a0 by n factorial. So we have started with an assumption that suppose this is actually a power series solution for this differential equation y dash is equal to y, and what we did is we just differentiated y and we അതായത് നമ്മൾ ജസ്റ്റ് എന്താ ചെയ്യുക, ഈ വൈനെ നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, അത്രേ ചെയ്യുന്നുള്ളൂ. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ ആ കോഎഫിഷ്യൻസ് കണ്ടുപിടിച്ചു, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കോഎഫിഷ്യൻസ് കിട്ടി ഇവിടെ. അപ്പോൾ y ഡാഷ് ഇസ് ഈക്വൽ ടു y സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പവർ സീരീസ് സൊല്യൂഷൻ്റെ ആ പവർ സീരീസിൻ്റെ കോഎഫിഷ്യൻസ് നമുക്ക് കിട്ടി, a0ഉം a1ഉം a2ഉം എല്ലാം നമുക്ക് കിട്ടി. സോ ദാറ്റ് മീൻസ് നമ്മളെ കയ്യിലുണ്ടായിരുന്ന ഇങ്ങനെയായിരുന്നു, y is equal to a0 plus a1x plus a2x square plus a3x cube etc plus an x raised to n etc ആയിരുന്നു. അതാണ് നമ്മൾ നമ്മൾ അസ്യൂം ചെയ്തത്. അപ്പോൾ അതിൽ നമുക്ക് a0 കിട്ടി, a0 തന്നെ എടുക്കുക നമ്മൾ. a1 എന്ന് പറഞ്ഞാൽ a0 ആണ്. ഓക്കെ, ഇത് നമുക്ക് ജസ്റ്റ് ക്ലബ് ചെയ്ത് ചെയ്യുന്നുള്ളൂ കേട്ടോ. a0 എന്ന് പറഞ്ഞാൽ a1 എന്ന് പറഞ്ഞാൽ a0 ആണ്, a2 എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, a0 by 2 ആണ്, a0 by 2 ആണ്. അങ്ങനത്തെ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എന്നിട്ട് അതിനകത്ത് നിന്ന് a0 കോമൺ എടുക്കുക പുറത്തേക്ക്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും a0 ഇൻറ്റു 1 plus x square by 2 factorial plus x cube by 3 factorial etc plus x raised to n by n factorial. പക്ഷേ നിങ്ങൾക്കറിയാം ഓൾറെഡി ഈ സംഭവം എന്താണ്, ഇത് ഓൾറെഡി ഇ പവർ എക്സ് എന്ന് പറഞ്ഞ ആ ഫംഗ്ഷൻ്റെ പവർ സീരീസ് ആണ്. ഇസ് ആക്ച്വലി പവർ സീരീസ് ഫോർ ഇ പവർ എക്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുന്ന് എന്താ കിട്ടുന്നത് വെച്ചാൽ, നമ്മളെ ടെക്നിക്ക് ഇതാണ്, നമ്മൾ അസ്യൂം ചെയ്യണം ഫസ്റ്റ്
നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ട്, നമ്മൾ ആദ്യം അസ്യൂം ചെയ്യുകയാണ്. സപ്പോസ് ഇങ്ങനത്തെ ഒരു പവർ സീരീസ് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് അസ്യൂം ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ ഏത് പ്രോബ്ലത്തിൽ എടുത്തോളെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും, ഇതുപോലത്തെ ഒരു പവർ സീരീസ് നിങ്ങൾക്ക് കിട്ടും ലാസ്റ്റിലേക്ക്. പക്ഷേ അത് തന്നെയാണ് സൊല്യൂഷൻ എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ പവർ സീരീസ് ഇറ്റ് ഷുഡ് ബി ആക്ച്വലി കൺവേർജൻറ്റ്. അതായത് ആ പർട്ടിക്കുലർ പവർ സീരീസ് ഒരു കൺവേർജൻ പവർ സീരീസ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ആ മോഡ് എക്സ് ലെസ് ദാൻ ആറിൽ കൺവേർജൻ ആണെങ്കിൽ മാത്രമേ നമുക്ക് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുമെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ വെറുതെ ഒരു പവർ സീരീസ് എടുത്ത് നിങ്ങൾ സോൾവ് ചെയ്ത് പോയിട്ട് നിങ്ങൾക്ക് കുറേ കോഎഫിഷ്യൻസ് ഒക്കെ കിട്ടും, നിങ്ങൾക്കൊരു പവർ സീരീസ് സൊല്യൂഷനും കിട്ടും, പവർ സീരീസ് കിട്ടും. പക്ഷെ അത് സൊല്യൂഷൻ ആണെന്ന് ഉറപ്പിക്കണമെങ്കിൽ, അതാണ് ഞാൻ പറഞ്ഞത്, ഇഫ് ടു ഹാസ് എ സൊല്യൂഷൻ ദെൻ സൊല്യൂഷൻ മസ്റ്റ് ബി 3. അതായത് ഈ ഫൈവ് ഡാഷ് ഇസ് ഈക്വൽ ടു വൈ എന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഫോമിലായിരിക്കും. പക്ഷേ now if 3 converges, ഇവിടെ എഴുതിയിട്ടുണ്ട്, if 3 converges for all x in the given region then 3 is a solution. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഈ സൊല്യൂഷൻ എന്ന് പറയും. ഓക്കെ, ഇഫ് 3 അതായത് ഈ പറഞ്ഞ പവർ സീരീസ് ഇത് കൺവേർജൻ്റ് ആണെങ്കിൽ, it converges to some particular y for function, then we can say that we have the solution. അങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്. സോ ഇൻ ദിസ് കേസ് വി ഗെറ്റ്, സിൻസ് വി നോ ദാറ്റ്, നമുക്ക് ഓൾറെഡി അറിയാം ഇത് ശരിക്കും e പവർ എക്സിൻ്റെ ഒരു പവർ സീരീസ് ആണ്. ഞാൻ മുകളിൽ ഇവിടെ നമ്മൾ കുറച്ച് പവർ സീരീസ് കണ്ടിട്ടുണ്ടായിരുന്നു. ഈ പവർ എക്സിൻ്റെ പവർ സീരീസ് ശരിക്കും എക്സ്പാൻഷൻ ഇതാണ്. അത് നമുക്ക് അറിയുന്നതിനെ കൊണ്ട് മാത്രം നമുക്ക് എന്ത് പറയാം, ഈ വൈ ഡാഷ് ഈക്വൽ ടു വൈ എന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി സം വൈ ഈസ് ഈക്വൽ ടു സം കോൺസ്റ്റൻറ്റ് ടൈംസ് ഇ പവർ എക്സ്, എ നോട്ട് ഇൻറ്റു ഇ പവർ എക്സ്. ഓക്കെ, വൈ ഈസ് ഈക്വൽ ടു സം എ നോട്ട് ഇൻറ്റു ഇ പവർ എക്സ് ഇസ് എ സൊല്യൂഷൻ ഓഫ് ദിസ് പെർട്ടിക്കുലർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ശരിക്കും പവർ സീരീസ് സൊല്യൂഷൻ കണ്ടുപിടിക്കാം. ഇതൊരു ബേസിക് എക്സാമ്പിളാണ്. നമ്മൾ ജസ്റ്റ് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ സ്റ്റാർട്ട് ചെയ്തു. നമ്മളെ എയിം എന്തായിരുന്നു, ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ പവർ സീരീസ് സൊല്യൂഷൻ കാണാനായിരുന്നു. അപ്പോൾ നമ്മളൊരു ജനറൽ പവർ സീരീസ് അസ്യൂം ചെയ്തു, സമ്മേഷൻ n ഈക്വൽ 0 ടു ഇൻഫിനിറ്റി എ എൻ എക്സ് റേസ് ടു എൻ ആണ് നമ്മളെ y എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. എന്നിട്ട് നമ്മൾ ഈ പവർ സീരീസിന് നമ്മൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതായത് വൈ ഡാഷ് കണ്ടു, എന്നിട്ട് നമ്മൾ വൈ ഡാഷ് ഈക്വൽ ടു വൈ, അതായത് ഇത് വൈ ഡാഷ് ഈക്വൽ ടു വൈ എന്ന് പറഞ്ഞാൽ വൈ ഡാഷ് മൈനസ് വൈ ഈക്വൽ ടു 0 എന്നാണല്ലോ. അപ്പോൾ അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു വൈനെയും വൈ ഡാഷിനെയും. കാരണം ഇത് ഈ വൈ ഇതിൻ്റെ സൊല്യൂഷൻ ആണെങ്കിൽ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും, അതുകൊണ്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ കോഎഫിഷ്യൻസ് കമ്പയർ ചെയ്തു. കോഎഫിഷ്യൻസ് കമ്പയർ ചെയ്തപ്പോൾ നമുക്ക് ഈ ഒരു വൃത്തിയുള്ളൊരു ഫോമിലേക്ക് കിട്ടി. വൈ എന്ന് പറഞ്ഞാൽ എ നോട്ട് ഇൻറ്റു സം സീരീസ് ഫോമിൽ കിട്ടി. ആൻഡ് ഈ സീരീസ് നമുക്ക് ഓൾറെഡി അറിയാം, ഇറ്റ് കൺവേർജസ് ടു എ പവർ സീരീസ്, ഇറ്റ് കൺവേർജസ് ടു എ ഫംഗ്ഷൻ ഇ പവർ എക്സ്. അതായത് ഇത് ഇ പവർ എക്സിൻ്റെ ഒരു പവർ സീരീസ് എക്സ്പാൻഷൻ ആണ്. അതുകൊണ്ട് നമുക്ക് പറയാം ഈ വൈ ഡാഷ് മൈനസ് വൈ എന്ന ഈക്വൽ ടു 0 എന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ് y is equal to a naught into this or a naught e power x. So this is how we attempt. Already നമുക്ക് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സൊല്യൂഷൻ കാണാൻ അറിയാം. ഓക്കെ, ഓൾറെഡി നമുക്കത് അറിയാം, നമുക്ക് ഈ പവർ സീരീസ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഓൾറെഡി അറിയാം ഇത് ഫസ്റ്റ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്, നിങ്ങൾക്കത് ചെയ്യാൻ അറിയാം, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ നമ്മളത് മനസ്സിലാക്കാൻ വേണ്ടി, കുറച്ചും കൂടി സിമ്പിളായിട്ട് കാര്യം മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഈ എക്സാമ്പിൾ എടുത്തെന്ന് മാത്രം. അപ്പോൾ നമുക്ക് വേറെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നാൽ നമുക്ക് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. ഈ രീതിയിൽ ട്രൈ ചെയ്യാം, എന്നിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് നമുക്ക് കിട്ടുന്നൊരു ഇംപ്ലിക്കേഷൻ എന്താ വെച്ചാൽ, പവർ സീരീസ് സൊല്യൂഷനെ കൊണ്ട് നമുക്കൊരു ഉപകാരം വെച്ചാൽ, അപ്പം അങ്ങനെയാണ് നമുക്ക് ശരിക്കും ഈ പല ഇതിൻ്റെയും പല ഫങ്ഷൻസിൻ്റെയും പവർ സീരീസ് കണ്ടുപിടിക്കാൻ നമുക്ക് ഈ ഒരു ടെക്നിക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അതിപ്പോൾ നമ്മൾ ചെയ്ത ഒരു ടെക്നിക്ക് നമുക്ക് വേണമെങ്കിൽ പവർ സീരീസിൻ്റെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതായത് സപ്പോസ് if you want to find the power series expansion of a given function, what we can do is, you can find the differential equation satisfied by that particular function. ആ ഫംഗ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ കണ്ടുപിടിക്കുക, എന്നിട്ട് അതിനൊരു പവർ സീരീസ് സൊല്യൂഷൻ ഉണ്ടെന്ന് കാണിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ആ പർട്ടിക്കുലർ ഫംഗ്ഷൻ്റെ പവർ സീരീസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഒരു പർട്ടിക്കുലർ, അതായത് ഇത് നമ്മൾ ഇങ്ങനെ ഡിസ്കഷൻ എങ്ങനെയാണ്, സപ്പോസ് നിങ്ങൾക്ക് ഇ പവർ എക്സിൻ്റെ പവർ സീരീസ് അറിയണം, എന്താണെന്ന് അറിയണം. അപ്പോൾ ഇവരെന്താ പറയുന്നത് വെച്ചാൽ, നിങ്ങൾ ആദ്യം ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ കണ്ടുപിടിക്കുക, ഇ പവർ എക്സ് സൊല്യൂഷൻ ആവുന്നത്. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഒരു പവർ സീരീസ് അസ്യൂം ചെയ്യുക, എന്നിട്ട് സോൾവ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ കറസ്പോണ്ടിങ് പവർ സീരീസ് കിട്ടും. അതാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഇ പവർ എക്സിന് സ്റ്റാർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അതെ ഇ പവർ എക്സിന് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ എന്നിട്ട് നമ്മളൊരു
പവർ സീരീസ് അസ്യൂം ചെയ്യാണ് സമ്മേഷൻ n = 0 to infinity a n x raised to n. എന്നിട്ട് നമ്മൾ അതെ ആദ്യം നമ്മൾ ഈ പവർ തുടങ്ങുന്നു, എന്നിട്ട് നമ്മൾ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നു, എന്നിട്ട് നമ്മൾ ഒരു പവർ സീരീസ് സൊല്യൂഷൻ ഉണ്ടെന്ന് അസ്യൂം ചെയ്തിട്ട് നമ്മൾ ലാസ്റ്റ് പറയുന്നത് ഇതാണ് അതിൻ്റെ പവർ സീരീസ്. അപ്പോൾ ഒരു പവർ സീരീസ് കാണാൻ നമുക്ക് വേണമെങ്കിൽ ഈ ടെക്നിക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഈ ടെക്നിക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത സംഭവം യൂസ് ചെയ്യാം. അതാണ് ഇവിടെ ഈ രണ്ട് വരിയിൽ ഞാൻ എഴുതിയിരിക്കുന്നത്. So to find the power series expansion of a given function, you can try to find a differential equation that is satisfied by that particular function, and as also then you can solve for its power series solution. And the power series solution നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം അതാണ് അതിൻ്റെ പവർ സീരീസ്. ഈ എക്സിസ്റ്റ് ചെയ്യുന്ന ഉദ്ദേശത്രേ ഉള്ളൂ, ആ റീജിയൻ ഓഫ് കൺവേർജൻസിൽ നമുക്ക് കിട്ടിയ സാധനം കൺവേർജ് ചെയ്യണം എന്ന് മാത്രമേ എന്തെങ്കിൽ മാത്രമേ നമുക്കത് ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ശരിക്കും ചെയ്യേണ്ടത്. സോ സോ ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? ഈ പോർഷൻ മനസ്സിലായോ? എങ്ങനെയാണ് നമ്മൾ പവർ സീരീസ് സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് മനസ്സിലായോ നമുക്ക്? പവർ സീരീസ് സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? മനസ്സിലായി. അതായത് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എടുത്താൽ അതിൻ്റെ പവർ സീരീസ് സൊല്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കുക? അതായത് നമ്മളൊരു പവർ സീരീസ് അസ്യൂം ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഡെറിവേറ്റീവ്സ് ഒക്കെ കണ്ടിട്ട് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, എന്നിട്ട് കോഎഫിഷ്യൻസ് കമ്പയർ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ A0 A1 A2 എല്ലാം കിട്ടും. എന്നിട്ട് അത് ലാസ്റ്റ് നമ്മളൊരു പെർട്ടിക്കുലർ നല്ലൊരു രൂപത്തിലാക്കി എടുക്കാൻ നോക്കുക. അതിനൊരു ഈ ഒരു രീതിയിലാക്കി എടുക്കാൻ നോക്കുക. എന്നിട്ട് കിട്ടുന്ന നിങ്ങൾക്ക് ഈ വലത്ത് ഭാഗത്ത് കിട്ടുന്ന ഈ ഒരു സീരീസ് ഉണ്ടാവും നിങ്ങൾ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ, അത് ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ്റെ പവർ സീരീസ് ആണോ എന്ന് നമ്മൾ നോക്കണം. അപ്പോൾ സൈൻ എക്സിൻ്റെയോ കോസ് എക്സിൻ്റെയോ അല്ലെങ്കിൽ സൈൻ എക്സിൻ്റെയോ കോസ് എക്സിൻ്റെയോ ടേംസിലോ അല്ലെങ്കിൽ ഈ പവർ എക്സിൻ്റെയോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ടേംസിലാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി എന്ത് പറയാം, y = e. ഇപ്പോൾ ഇവിടെ നമുക്ക് ഇ പവർ എക്സിൻ്റെ കിട്ടിയതിനെ കൊണ്ടാണ് നമ്മൾ y = എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഇ പവർ എക്സ് സൊല്യൂഷൻ എഴുതാൻ കാരണം. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് പവർ സീരീസ് നമുക്ക് കണ്ടുപിടിക്കാം. അതിന്റെ കൺവേർജൻസ് നോക്കാൻ വേണ്ടി അതായത് അതായത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പോൾ y' = y എന്ന് പറഞ്ഞ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അതിലേക്ക് ഒരു ജനറൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, നമ്മൾ ജനറൽ ആയിട്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് അതിൻ്റെ ഒരു പവർ സീരീസ് സൊല്യൂഷൻ കണ്ടുപിടിക്കണം. നമ്മൾ അസ്യൂം ചെയ്തു y = summation a n x raised to n = 0 to infinity നമ്മൾ അസ്യൂം ചെയ്തു. എന്നിട്ട് അതിൻ്റെ ആവശ്യമുള്ള പവേഴ്സ് ഡെറിവേറ്റീവ്സ് ഒക്കെ കണ്ടിട്ട് നിങ്ങൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ans എല്ലാം കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പം നിങ്ങൾ അതിലൊരു സീരീസ് ഇപ്പോൾ കിടക്കുന്നുണ്ട്. ഓക്കെ, പക്ഷേ ആ സീരീസ് നമുക്ക് തന്ന റീജിയനിൽ അത് കൺവേർജൻ്റ് ആണോ നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഏത് റീജിയനിലാണോ അത് വേണ്ടത് വെച്ചാൽ ആ റീജിയനിൽ ആ സീരീസ് കൺവേർജൻ്റ് ആണോ നോക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം നമുക്ക് കിട്ടിയ തന്നെയാണ് അതിൻ്റെ പവർ സീരീസ് സൊല്യൂഷൻ. അതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ ഒരു സീരീസ് പറഞ്ഞു സമ്മേഷൻ n = ഇപ്പോൾ ഇതൊരു പവർ സീരീസ് ആണല്ലോ, ഇതൊരു പവർ സീരീസ് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ഏതോ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ നമ്മൾ കണ്ടുപിടിക്കുമ്പം ഇവിടെ റീജിയൻ ഓഫ് കൺവേർജൻസ് ഉണ്ടല്ലേ, mod x < 1. അപ്പോൾ ആ ഏതോ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഈ റീജിയനിൽ mod x < 1 ഇത് തന്നെ ആയിരിക്കും. അപ്പോൾ സപ്പോസ് ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമുക്ക് സൊല്യൂഷൻസ് എല്ലാം കിട്ടി, നമ്മൾ സോൾവ് ചെയ്തപ്പോൾ നമുക്ക് എല്ലാ AIസും 1 കിട്ടി, ANs എല്ലാം 1 കിട്ടി. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു സൊല്യൂഷൻ കിട്ടുക. സപ്പോസ് ഇങ്ങനെ സൊല്യൂഷൻ y ഇങ്ങനെ കിട്ടിയെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ശരിക്കും ചെക്ക് ചെയ്യുക നമുക്ക് തന്നിരിക്കുന്ന ആ ഡൊമെയിനിൽ ശരിക്കും ഈ പവർ സീരീസ് കൺവേർജൻ്റ് ആണോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഐ എം നോട്ട് ടെല്ലിങ്, ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഒരു സൊല്യൂഷനാണ് നമുക്കിപ്പോൾ കിട്ടിയ പവർ സീരീസ് സൊല്യൂഷൻ എന്ന് പറയാം, പവർ സീരീസ് എന്ന് പറയാം. അത് ഈ റീജിയനിൽ ആ കൺവേർട്ട് ചെയ്യുന്ന റീജിയനിൽ മാത്രം, അല്ലെങ്കിൽ നമുക്കത് പറയാൻ പറ്റില്ല. ഓക്കെ, അതാണ് ഉദ്ദേശിച്ചത്. അവിടെ നമ്മളിപ്പോൾ ഞാൻ ഒരു മിനിറ്റ്, അതായത് ഇവിടെ നമ്മൾ സോൾവ് ചെയ്തെടുത്തപ്പം ഈ y' = y ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്തെടുത്തപ്പം ഇതല്ല, ലാസ്റ്റ് ഞാൻ ഒരു വാക്കുകൂടെ എഴുതിയിട്ടുണ്ട്. അതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്രയും കാര്യം. 2 എന്ന് പറഞ്ഞാൽ y' - y = 0 ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇഫ് 2 ഹാസ് എ സൊല്യൂഷൻ, സൊല്യൂഷൻ ഉണ്ടെങ്കിൽ എന്തായാലും ഈ ഫോമിലായിരിക്കും കിട്ടുക. ഇറ്റ് മസ്റ്റ് ബി ഓഫ് ദിസ് ഫോം. ബട്ട് if 3 converges for all x in the given region, okay, then we can say that 3 as the power series is actually a solution of our 2. എന്നിട്ട് നമുക്ക് ആ കൺവേർജ് ചെയ്യുന്ന ഫംഗ്ഷൻ ഏതാണോ ആ ഫംഗ്ഷൻ്റെ ടേംസിൽ നമുക്ക് സൊല്യൂഷൻ എഴുതാം, അത്രയേ ഉള്ളൂ.
അപ്പോൾ നിങ്ങൾക്ക് ഈ പവർ സീരീസ് ഒരു ഫംഗ്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നില്ല, പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾക്ക് അത് ഇതിൻ്റെ സൊല്യൂഷനാക്കി എഴുതാൻ പറ്റില്ല. ഓക്കെ, എഴുതാൻ പറ്റില്ല. അപ്പം കൺവേർജ് ചെയ്യുന്ന ഒരു കൺവേർജ് ചെയ്യുന്ന ഒരു പവർ സീരീസ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഫംഗ്ഷൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് പറയാം y ഈക്വൽ ടു ആ പർട്ടിക്കുലർ ഫംഗ്ഷനാണ് നിങ്ങളുടെ സൊല്യൂഷൻ എന്ന് പറയാം ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ റീജിയൻ ഓഫ് കൺവേർജൻസിനോട് ഇമ്പോർട്ടൻസ് ഉണ്ട്, അത് മാറിപ്പോയത്. അതും കൂടി മനസ്സിൽ കണ്ടിട്ട് വേണം നമ്മൾ ഡിസ്കഷൻ മുമ്പോട്ട് പോകുമ്പോൾ ചെയ്യാം. അപ്പോൾ ദിസ് ഇസ് ഹൗ വി ഫൈൻഡ് ആക്ച്വലി എ പവർ സീരീസ് സൊല്യൂഷൻ ഫോർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ ഒരു പവർ സീരീസ് അസ്യൂം ചെയ്യുന്നു, അതിൻ്റെ കോഎഫിഷ്യൻസ് കണ്ടുപിടിക്കുന്നു, എന്നിട്ട് ആ കിട്ടിയ പവർ സീരീസ് ഇപ്പം റീജിയൻ ഒന്നും തന്നിട്ടില്ലെങ്കിൽ ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ജനറലായിട്ട് ചോദിക്കുന്ന വെച്ചാൽ മൊത്തം ആറിൽ ചെക്ക് ചെയ്യണം. അപ്പോൾ പർട്ടിക്കുലർ ഇപ്പോൾ ഇവിടെ ഇതിലിപ്പോൾ ഞാൻ ഒന്നും പറഞ്ഞില്ല, y ഡാഷ് മൈനസ് y ഞാൻ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ മൊത്തം റിയൽ ലൈനിൽ ശരിക്കും അത് ഓക്കെ ആണെങ്കിൽ, പിന്നെ അത് കൺവേർജൻ്റ് ആണെങ്കിൽ ഒബ്വിയസ്ലി യു ക്യാൻ റെപ്രസെൻറ്റ് ലൈക്ക് ദാറ്റ്. ഓക്കെ, സ്പെസിഫിക് ആയിട്ട് റീജിയൻ പറയുന്നില്ലെങ്കിൽ ദെൻ ഒബ്വിയസ്ലി യു ഹാവ് ടു തിങ്ക് അബൌട്ട് ഇറ്റ്. അതർവൈസ് അല്ല വേണം എങ്ങനെയും പറയാം. ഇപ്പോൾ റീജിയൻ തന്നിട്ടില്ലെങ്കിൽ ഇപ്പം ആറിൻ്റെ കേസിൽ പറയുമ്പോൾ ഈ കേസിൽ ഇപ്പം കുഴപ്പമില്ല, ഇ പവർ എക്സ് ഇസ് ഫൈൻ, ഇ പവർ എക്സിൻ്റെ കേസിൽ കുഴപ്പമില്ല. പക്ഷേ വേറെ റീജിയൻ ആണെങ്കിൽ വേണം എങ്ങനെയും പറയും. അതായത് മോഡ് എക്സ് ലെസ് ദാൻ ആർ ആകുമ്പം നമ്മൾ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും, എന്നിട്ട് അത് ഇങ്ങനെ എഴുതുക. മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ ആർ ആകുമ്പോൾ എക്സിസ്റ്റ് ചെയ്യില്ല, ഇത്രയേ ഉള്ളൂ, അങ്ങനെയും പറയാം. ഇപ്പോൾ നമ്മൾ നേരത്തെ ഈ തൊട്ടുമ്പോൾ ഞാൻ പറഞ്ഞ ഒരു എക്സാമ്പിൾ അല്ലേ, അത് വെച്ച് നോക്കുമ്പോൾ ആ രീതിയിൽ പറഞ്ഞാൽ മതി. അപ്പോൾ ക്ലിയർ ആകും. അപ്പോൾ കട്ടൻ ക്ലിയർ ആണ്, അവിടെ ഒരു സംശയം വരില്ല. കാരണം നമ്മൾ കുറച്ചുകൂടി മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ നല്ലോണം ഡൊമൈനൊക്കെ വെച്ച് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ക്ലിയർ ആയിട്ട് പറയും എവിടെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെന്ന്. അതായത് മൊത്തം ആറിലാണോ അതോ ഒരു പെർട്ടിക്കുലർ സെറ്റ്, ഒരു ഓപ്പൺ സെറ്റിൽ ഒരു ക്ലോസ് സെറ്റിലാണോ നമ്മൾ ഡിസ്കഷൻ വരുന്നത് ക്ലിയർ ആയിട്ട് പറയും. എന്നിട്ടാണ് നമ്മൾ പോവുക. ഇപ്പോൾ ഇവിടെ അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ്ലി ഓൺ റിയൽ നമ്പർ ലൈൻ എടുത്താൽ മതി. ഡൊമൈൻ ഇസ് ഫുൾ ഓഫ് ആർ എന്നെടുത്താൽ മതി. ഓക്കെ, സോ ദിസ് ഇസ് ഹൗ ആക്ച്വലി വി ഡു ഇറ്റ് നൗ. ഓക്കെ, ഒരു കാര്യം കൂടി പറയാനുണ്ട്, അതുകൂടി പറഞ്ഞ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. കാരണം ഓടി നമ്മൾ എന്തായാലും റെക്കോർഡ് ക്ലാസ് നോക്കട്ടെ, നമുക്ക് ടൈം അവൈലബിലിറ്റി വെച്ച് നോക്കാം. അപ്പോൾ ഇന്നിപ്പം അടുത്ത ക്ലാസ് മിക്കവാറും സാർ എടുക്കും, മിക്കവാറും കാൽക്കുലസ് വേരിയേഷനൊക്കെ എടുക്കുന്നുണ്ടാവുക. കാൽക്കുലസ് വേരിയേഷൻ ചെറിയൊരു പോർഷനുള്ളൂ, ബാക്കി മൊത്തം ഓടി തന്നെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ, അപ്പോൾ നമ്മൾ പവർ സീരീസ് സൊല്യൂഷൻ എന്താ ഇപ്പോൾ ജോയിൻ ചെയ്യുന്നത്, രണ്ടുപേരും ലേറ്റ് ആയിട്ടാണല്ലോ ജോയിൻ ചെയ്തത്. അപ്പം പവർ സീരീസ് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ഒരു പ്രോബ്ലം നമ്മൾ കണ്ടു. അപ്പം ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ഫംഗ്ഷൻ്റെ പവർ സീരീസ് സൊല്യൂഷൻ കിട്ടണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇങ്ങനത്തെ ഒരു വഴി ആലോചിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഫസ്റ്റ് വഴി എന്ന് പറഞ്ഞാൽ, ഈ ഫസ്റ്റ് ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമാണ് ഞാൻ പറയുന്നില്ല. അതായത് നിങ്ങളടുത്തൊരു ഫംഗ്ഷൻ ഉണ്ട്, അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആദ്യം കണ്ടുപിടിക്കണം നിങ്ങൾ, എന്നിട്ട് നമ്മൾ പവർ സീരീസ് സൊല്യൂഷനെ കണ്ടുപിടിക്കണം. അപ്പം ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണെന്ന് കണ്ടുപിടിക്കാൻ ചിലപ്പോൾ എളുപ്പമായിക്കോണമെന്നില്ല. പക്ഷേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ, അതായത് ഈ ഒരു ഫംഗ്ഷൻ നമ്മുടെ കയ്യിലുണ്ട് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ്, ഈ ഫംഗ്ഷൻ്റെ നിങ്ങൾക്ക് പവർ സീരീസ് സൊല്യൂഷൻ കണ്ടുപിടിക്കണം, പവർ സീരീസ് എക്സ്പാൻഷൻ കണ്ടുപിടിക്കണം. അപ്പം ഈ എന്താ പറയുക, y സാറ്റിസ്ഫൈ ചെയ്യുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഓക്കെ, നോ പ്രോബ്ലം. നിങ്ങൾക്ക് ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് പവർ സീരീസ് സൊല്യൂഷൻ നമ്മൾ നേരത്തെ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പം അത് ഈ ടെക്നിക്ക് നമുക്ക് പവർ സീരീസ് കാണാനും ഉപയോഗിക്കാം എന്നാണ് സാരം. അതാണ് ഇതിനകത്ത് വരുന്നൊരു ഐഡിയ. സോ ഹിയർ ഇഫ് യു ടേക്ക് ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷൻ നമ്മൾ എടുക്കുകയാണ്, y ഈസ് ഈക്വൽ ടു ആക്ച്വലി 1 + x പവർ p, where p is any arbitrary constant. Okay, p is any arbitrary constant. We'll stop at exactly 11:30. Okay, so y is equal to 1 + x പവർ p എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫംഗ്ഷൻ്റെ എഫ് ഓഫ് എക്സ് ഫംഗ്ഷൻ്റെ പി സം ആർബിട്രറി കോൺസ്റ്റൻറ്റ്, പി ഏതൊരു ആർബിട്രറി കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ നമുക്ക് പവർ സീരീസ് കാണണമെന്ന് വിചാരിക്കാം. സപ്പോസ് നമുക്ക് ഈ വൈൻ്റെ പവർ സീരീസ് കാണണമെന്ന് വിചാരിക്കും. അപ്പം ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് ഇത്. 1 + x × y ഡാഷ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ വരിക, പി ഇൻറ്റു വൈ ഫോമിലായിരിക്കും. ഓക്കെ, 1 + x × y ഡാഷ് എന്നാൽ p × y ഫോമിലായിരിക്കും. വേർ y ഓഫ് 0 വിൽ ബി ഈക്വൽ ടു 1. ഈ ഒരു y സാറ്റിസ്ഫൈ, ഈ ഒരു y സൊല്യൂഷൻ ആയിട്ടുള്ള ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണിത്. ഓക്കെ, ഒരു ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ആണത്. ഇതിൻ്റെ ഒരു ഇനീഷ്യൽ കണ്ടീഷനും കൂടെ ഉണ്ട്, അപ്പോൾ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം എന്ന് വിളിക്കും നമ്മൾ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്.
അതായത് ഒരു ഫംഗ്ഷൻ എൻ്റെ കയ്യിലുണ്ട്, എനിക്ക് ഇതിൻ്റെ പവർ സീരീസ് കാണണം. അപ്പം ഞാൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അസ്യൂം ചെയ്യില്ല, ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ എടുക്കുന്നു. ഇതേപോലെ ഇത് ഈ കണ്ടുപിടുത്തം, അത് ഇങ്ങനൊരു സാധനം കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് എളുപ്പമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇങ്ങനെ സംഭവം കണ്ടുപിടിക്കാൻ പറ്റിയാൽ നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റും, പവർ സീരീസ് കാണാൻ പറ്റും, പ്രൊവൈഡഡ് ഇറ്റ് കൺവേഴ്സസ് ഓൾസോ. അപ്പോൾ അതും കൂടി നോക്കണം നമ്മൾ. അപ്പം സോ വി അസ്യൂം ദാറ്റ് y ഈക്വൽ ടു സമ്മേഷൻ n ഈക്വൽ 0 to infinity an x raised to n ഒരു പവർ സീരീസ് ആണ് അസ്യൂം ചെയ്യാൻ നമ്മൾ. അതാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഒബ്വിയസ്ലി ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ വേണ്ട കാര്യങ്ങളൊക്കെ, അപ്പോൾ y നമ്മളെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒരു y ഡാഷ് വേണം. നമ്മൾ y ഡാഷ് കണ്ടുപിടിക്കുന്നു, നമുക്ക് y ഡാഷ് കിട്ടി. എന്നിട്ട് ജസ്റ്റ് നമ്മൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് വേണ്ടത്. അപ്പോൾ ജസ്റ്റ് ഇത് എന്താ വരിക, ഈ 1 + xy ഡാഷ് എന്നത് y ഡാഷ് പ്ലസ് xy ഡാഷ് എന്നാണ്. അപ്പോൾ ജസ്റ്റ് ആ xy ഡാഷ് എന്താണെന്ന് ജസ്റ്റ് കണ്ടുപിടിച്ചു, അതുപോലെ py എന്താണെന്ന് കണ്ടുപിടിച്ചു. അതെല്ലാം കണ്ടുപിടിച്ചിട്ട് ജസ്റ്റ് നമ്മൾ ഇക്വേറ്റ് ചെയ്യാൻ പോകും, അത്രേ ഉള്ളൂ. ഇക്വേറ്റ് ചെയ്തിട്ട് നമ്മൾ കോഎഫിഷ്യൻസ് കണ്ടുപിടിക്കും. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുക എന്താ വെച്ചാൽ, ഇതാണ് നിങ്ങൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അതായത് 1 + x × y ഡാഷ് ഇസ് ഈക്വൽ ടു py എന്നാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പം നിങ്ങൾ കമ്പയർ ചെയ്താൽ നിങ്ങൾക്ക് കാണാം, y ഓൾസോ, ഒരു മിനിറ്റ്, your y is a0 + a1x plus this thing, this is your y. അപ്പോൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ y ഡാഷ് പ്ലസ് xy ഡാഷ്, അതായത് ഈ ഇക്വേഷൻ പ്ലസ് ഈ ഇക്വേഷൻ, അതാണ് നമ്മളെ LHS പാർട്ട്, ഈക്വൽ ടു py ഈക്വൽ ടു ദിസ്. ഇതാണ് നമ്മൾ RHS പാർട്ട് വരുന്നത്, ഈ പോർഷൻ. അപ്പോൾ അത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കോഎഫിഷ്യൻസ് നോക്കാൻ പറ്റും. അതായത് ഇപ്പം കോൺസ്റ്റൻറ്റ് ടേംസ് എന്താ വരിക, ഇപ്പോൾ ഇവിടെ ഇപ്പം കോൺസ്റ്റൻറ്റ് ടേം ഒന്നുമില്ല. പക്ഷേ അപ്പോൾ അതിന് നമുക്ക് എന്താ കിട്ടുക, a1 + 0 ഇസ് ഈക്വൽ ടു ഇവിടുത്തെ കോൺസ്റ്റൻറ്റ് ടേം, RHSലെ കോൺസ്റ്റൻറ്റ് ടേം p × a0. അത് നമുക്ക് a1 = p a0 എന്ന് കിട്ടും. അതുപോലെ എക്സിൻ്റെ ടേംസ് കമ്പയർ ചെയ്യുക, സെയിം ടെക്നിക്ക്, നമ്മൾ നേരത്തെ ചെയ്ത സെയിം ടെക്നിക്ക്. അടുത്ത ഭാഗത്ത് y ഡാഷ് പ്ലസ് xy ഡാഷ് അല്ലേ, വലത്ത് ഭാഗത്ത് py. അപ്പോൾ ഇതാണ് y ഡാഷ് പ്ലസ് xy ഡാഷ്, ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാം, ഈ രണ്ട് സീരീസും കൂടി ആഡ് ചെയ്യാം. അപ്പം എക്സിൻ്റെ ടേംസ് നോക്കിയാൽ 2a2 + a1 എന്ന് കിട്ടും, ഈക്വൽ ടു py. അപ്പോൾ py RHSലുള്ള എക്സിൻ്റെ കോഎഫിഷ്യൻ എന്നാൽ pa1 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 2a2 + a1 എന്ന pa1 ആണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ പോവുകയാണെങ്കിൽ nth ടേം നോക്കുകയാണെങ്കിൽ നമുക്ക് n+1 an + 1 പ്ലസ് n a എന്ന് പറഞ്ഞാൽ pan ആയിരിക്കും കിട്ടുക. ഓക്കെ, pan കിട്ടുക. അപ്പോൾ അങ്ങനെയാണ് ഈ ജനറൽ ടേം കൂടെ എഴുതിയിരിക്കുന്നത്. ആൻഡ് വി ആർ ഗിവൺ വൺ ഇനീഷ്യൽ കണ്ടീഷൻ. ഒരു ഇനീഷ്യൽ കണ്ടീഷൻ തന്നിട്ടുണ്ട്, y of 0 = 1. അപ്പോൾ y of 0 = 1 കൊടുത്താൽ നിങ്ങൾക്ക് കാണാൻ ഇവിടുന്ന് ഡയറക്റ്റ്ലി ഈ y of 0 = 1 കൊടുത്താൽ എക്സിന് 0 കൊടുക്കുക. എക്സിന് 0 കൊടുത്താൽ അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ y വാല്യൂ കിട്ടുന്ന പറയുന്നത്. അപ്പം എക്സിന് 0 കൊടുത്താൽ നമുക്ക് a0 എന്ന് കിട്ടും. അപ്പോൾ a0 എന്താ, a0 = 1 വരും. ഓക്കെ, y of 0 വരുമ്പോൾ എക്സിന് മൊത്തം 0 കൊടുക്കുക. അപ്പോൾ ഇത് അങ്ങനെ വരും, y of 0 = a0 + a1 × 0 + a2 × 0 അങ്ങനെ പോകും. അപ്പോൾ a0 = y0 എന്ന് കിട്ടും, y0 = 1. സോ a0 1 എന്ന് കിട്ടും. സോ ദ ഇനീഷ്യൽ കണ്ടീഷൻ സേസ് ദാറ്റ് y of 0 = 1 ആൻഡ് a0 = 1. പിന്നെ നമ്മൾ ജസ്റ്റ് a0 1 കിട്ടി. ഇനി നമുക്ക് ഈ കിട്ടിയ ടേംസിലൊക്കെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യുന്നു. അപ്പോൾ a0 1 ആയതിനെ കൊണ്ട് a1 എന്ന് പറഞ്ഞാൽ p ആയിരിക്കും, p × a0 ആണല്ലോ a1. അപ്പം a0 1 ആണെങ്കിൽ a1 p കിട്ടി. ഓക്കെ, a1 p കിട്ടി. അതുപോലെ a2 എന്ന് പറഞ്ഞാൽ ഈ ടേമിൻ്റെ അകത്ത് നമുക്ക് a2 കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം a2 എന്ന് പറഞ്ഞാൽ ശരിക്കും pa1 - a1 ഡിവൈഡഡ് ബൈ 2 ആണ്. ഓക്കെ, pa1 - a1 ഡിവൈഡ് ബൈ 2 ആണ്, അല്ലെങ്കിൽ a1 × p - 1 എഴുതാം, അതവിടെ എഴുതിയിരിക്കുന്നത്, a1 × p - 1/2, വേർ a1 എന്ന് പറഞ്ഞാൽ ഓൾറെഡി p ആണ്. അപ്പോൾ നിങ്ങൾ a1 p ആയിട്ട് റീപ്ലേസ് ചെയ്യുക. അപ്പോൾ a2 നമുക്ക് കിട്ടി, p × p - 1/2 ആയിരിക്കും a2. അതുപോലെ a3 എല്ലാം കാണാം, അതുപോലെ എക്സെട്ര അപ് ടു an കാണാം. അപ്പോൾ നിങ്ങൾ an ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും, p × p - 1 × p - 2 എക്സെട്ര × p - n+1/n ഫാക്ടോറിയൽ എന്ന് കിട്ടും. ഈ രീതിയിൽ നമുക്ക് എല്ലാ കോഎഫിഷ്യൻസും കിട്ടും. അങ്ങനെ എല്ലാ കോഎഫിഷ്യൻസും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നേരത്തെ ചെയ്ത പോലെ നമ്മൾ അസ്യൂം ചെയ്ത പവർ സീരീസിലേക്ക് അതിൻ്റെ കോഎഫിഷ്യൻസ് ഒക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് y കിട്ടി. അങ്ങനെയാണ് നമുക്ക് ഈ y കിട്ടുന്നത്. അതായത് y = 1 + px + p × p - 1/2 ഫാക്ടോറിയൽ × x² പ്ലസ് എക്സെട്ര. അത് a0 a1 a എക്സെട്ര an എല്ലാം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തു.
അപ്പോൾ നമുക്ക് y കിട്ടി. ഓക്കെ, ഇനിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം പറയേണ്ടത്. അത് നൗ ടു കൺക്ലൂഡ് ദാറ്റ് 2 ഈസ് എ ഡിസൈഡ് സൊല്യൂഷൻ, ഇറ്റ് ഈസ് റിക്വയർഡ് ടു ഒബ്സർവ് ദാറ്റ് ദ സീരീസ് കൺവേർജസ്. അതായത് ഈ സീരീസ് കൺവേർജ് ചെയ്യുന്നുണ്ട്, നമുക്ക് കിട്ടിയ സീരീസ് കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, ശരിക്കും ഇത് നമ്മളെ ഈ മുകളിൽ പറഞ്ഞ ഈ ഫംഗ്ഷൻ്റെ, അതായത് മുകളിൽ പറഞ്ഞ ഈ ഫംഗ്ഷൻ്റെ 1 + x y ഈസ് ഈക്വൽ ടു 1 + x ഹോൾ റേസ് ടു p എന്ന് പറഞ്ഞ ആ ഫംഗ്ഷൻ്റെ പവർ സീരീസ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ, ആ താഴെ കിട്ടിയ ആ പവർ സീരീസ് കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പം അതാണ് നമുക്ക് വെരിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ ശരിക്കും ഈ താഴെ കിട്ടിയ സംഭവം, ഈ താഴെ കിട്ടിയ ഈ പവർ സീരീസ്, ഈ പവർ സീരീസ് കൺവേർജ് ചെയ്യണ്ടോ നോക്കണം. അപ്പോൾ കൺവേർജ് ചെയ്യുന്ന കിട്ടിക്കഴിഞ്ഞാൽ ശരിക്കും ഈ പവർ സീരീസ് ശരിക്കും കൺവേർജ് ചെയ്യും. mod x less than 1 ഇത് കൺവേർജ് ചെയ്യും. അങ്ങനെ കൺവേർജ് ചെയ്യുന്നതിനെ കൊണ്ട് ശരിക്കും നമുക്ക് ഈ പ്രോബ്ലത്തിൽ പറയാം 1 + x 1 + x y dash equal to py എന്ന് പറഞ്ഞ ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഒരു സൊല്യൂഷനാണ് ഇത്. ആൻഡ് y0 equal to 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു പെർട്ടിക്കുലർ സൊല്യൂഷനാണ് കിട്ടുക, ഒരു സിംഗിൾ സൊല്യൂഷനാണ് കിട്ടുക. കോൺസ്റ്റന്റ് ടേം എലിമിനേറ്റ് ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊരു സിംഗിൾ സൊല്യൂഷൻ, ഇറ്റ് ഹാസ് ഓൺലി വൺ സൊല്യൂഷൻ which is given by 1 + x whole raised to p is equal to 1 + px etc plus ആ പവർ സീരീസ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അപ്പം ഇവിടെ നമ്മൾ ഇത്ര ചെയ്തോളൂ. നമ്മൾ ഇങ്ങനത്തെ ഒരു ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തു. ഫോർ ആർബിട്രറി p we started with such a function. അവർ എയിം വാസ് ടു, നമ്മൾ എയിം ഇതിൻ്റെ പവർ സീരീസ് കണ്ടുപിടിക്കുക എന്നായിരുന്നു, പവർ സീരീസ് എക്സ്പാൻഷൻ കണ്ടുപിടിക്കുക എന്നായിരുന്നു. നമ്മൾ എന്താ ചെയ്തത് വെച്ചാൽ ആദ്യം നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കണ്ടുപിടിച്ചു. ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചു ഫോർ വിച്ച് ഇറ്റ് സാറ്റിസ്ഫൈസ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സൊല്യൂഷൻ, ഈ സൊല്യൂഷൻ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ സൊല്യൂഷനാണ്. ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, എന്നിട്ട് നമ്മൾ അതിൻ്റെ പവർ സീരീസ് സൊല്യൂഷൻ ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് പവർ സീരീസ് സൊല്യൂഷൻ കണ്ടു. എന്നിട്ട് ഈ കിട്ടിയ സാധനം ഈ റീജിയനിൽ കൺവേർജൻ്റ് ആയതിനെ കൊണ്ട് മാത്രം നമുക്ക് ആ റീജിയനിൽ നമുക്ക് പറയാം ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഒരു പവർ സീരീസ് സൊല്യൂഷനാണ് ഈ കിട്ടിയ പവർ സീരീസ് എന്ന് പറയും. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് അത് എടുക്കുന്നതെന്ന്, എന്തുകൊണ്ടാണ് ഈ റീജിയൻ നമുക്ക് കൺവേർജൻ്റ് ആണ് കിട്ടുന്നതെന്ന് പറഞ്ഞുതരാം. അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം അത് മനസ്സിലായോ? ഇപ്പോൾ പറഞ്ഞത് മനസ്സിലായോ? ഈ രണ്ടാമത് ഇപ്പോൾ പറഞ്ഞ കാര്യം മനസ്സിലായോ? അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതൊരു സീരീസ് ആണല്ലോ. യൂഷ്വലി നമ്മൾ സീരീസിന് ഇപ്പോൾ ഇതൊരു സീരീസാണ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, റേഷ്യോ ടെസ്റ്റ് പഠിച്ചില്ലേ നിങ്ങൾ സീരീസിന്? അത് ഉപയോഗിച്ച് നമുക്ക് ഇതിൻ്റെ കൺവേർജൻസ് പറയാൻ പറ്റും. അപ്പം അതായത് സമ്മേഷൻ, ഇപ്പോൾ നിങ്ങളൊരു സീരീസ് ഉണ്ട്, സമ്മേഷൻ n = 0 to infinity സേ un. ഞാൻ an എടുക്കുന്നില്ല, കാരണം വീണ്ടും ഒരു കൺഫ്യൂഷൻ വരേണ്ട വെച്ചിട്ടാണ്. un ഈ സീരീസ് നമുക്കൊരു റേഷ്യോ ടെസ്റ്റ് വെച്ച് എങ്ങനെ പറയാം, ലിമിറ്റ് n tends to infinity mod un + 1/un നമ്മൾ l എന്ന് എടുക്കുകയാണെങ്കിൽ, ഈ l less than 1 ആണെങ്കിൽ നമ്മൾ എന്ത് പറ്റും, ഈ സീരീസ് കൺവേർജ് ചെയ്യും. ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഈ സീരീസ് ഡൈവേർജ് ചെയ്യും. അങ്ങനെയാണ് കിട്ടുക. അപ്പം ഇവിടെ നമ്മളെ ഒരു സീരീസ് നമ്മളെ കയ്യിലുണ്ട്. ഇതാണ് നമ്മൾ സീരീസ്. ഇതാണ് നമുക്ക് കൺവേർജൻ ആണോ ചെക്ക് ചെയ്യേണ്ടത്. നമ്മൾ നേരത്തെ തൊട്ടുമ്പത്തെ പ്രോബ്ലത്തിലുള്ള, ഇപ്പോൾ പറഞ്ഞ പ്രോബ്ലത്തിലുള്ള ഈ സീരീസ് കൺവേർജൻ ആണോ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാം നമ്മൾ കിട്ടിയ 1 + x ഹോൾ റേസ് ടു പിൻ്റെ പവർ സീരീസ് എക്സ്പാൻഷനാണ് നമുക്ക് ഇത് കിട്ടിയെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇത് ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഇതിൻ്റെ ലിമിറ്റ് n tends to infinity un + 1/un കണ്ടാൽ എന്താ വരിക? അപ്പം un + 1 എന്ന് പറയുമ്പോൾ എന്താ വരിക? p × p - 1 × p - 2 എക്സെട്ര ഇൻറ്റു p മൈനസ് എന്നിന് പകരം n + 1 കൊടുക്കുക. അപ്പം p മൈനസ് n + 1 plus 1 by n factorial, sorry n + 1 factorial whole divided by the whole thing divided by n + 1 factorial. അത് un divided by un + 1 എന്ന് പറഞ്ഞാൽ p അല്ല സോറി un + 1 divided by un എന്ന് പറഞ്ഞാൽ p × p - 1 × p - 2 എക്സെട്ര ഇൻറ്റു p മൈനസ് എന്താ വരിക, p മൈനസ് n + 1 ബൈ n ഫാക്ടോറിയൽ. അപ്പം ലിമിറ്റ് n tends to infinity മോഡുലസ് ഓഫ് ദിസ് വാല്യൂ.
അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി. അതിൽ എക്സലും കൂടി ഉണ്ട് അല്ലേ? യു എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫുൾ ടേമാണ് യു എന്ന് പറഞ്ഞാൽ, ഈ മൊത്തം ടേമാണ് യു എന്ന് പറഞ്ഞാൽ, ഈ എക്സ് റേസ് ടു അടക്കം. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സ് റേസ് ടു എന്നും കൂടി ഉണ്ട് ഇവിടെ. ഈ എക്സ് റേസ് ടു n പ്ലസ് 1 ഉണ്ട് മുകളിൽ, ഇവിടെ ന്യൂമറേറ്ററിൽ എക്സ് റേസ് ടു n എഴുതി പോകും. അപ്പോൾ എന്ത് കിട്ടും? ഇത് സിംപ്ലിഫൈ എന്താ കിട്ടുക? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി. ചെറിയ ടേമായി ചെറുതാവും, ചുരുങ്ങും. എന്താണ് ടേം പറയും? ഇതൊക്കെ ക്യാൻസൽ ആവും. പി മൈനസ് p 1. minus n into ഇത് പറഞ്ഞാൽ പി മൈനസ് n വരും ഇതല്ലേ? ഇത് പി മൈനസ് n ആവും. n plus 1 അതെ, പി മൈനസ് n into x plus 1. എക്സ് റേസ് ടു n പ്ലസ് 1 ബൈ എക്സ് റേസ് ടു n ഉണ്ട്. അല്ല, അത് തൊട്ട് മുന്നുള്ളല്ലേ ക്യാൻസൽ ആവും. ഇതൊക്കെ ക്യാൻസൽ ആവും. പിന്നെ എക്സ് റേസ് ടു n plus 1 എന്നല്ലേ ബാക്കി ഉണ്ടാവുക? അല്ല, താഴെ എക്സ് റേസ് ടു n ഉണ്ട്. ആ എക്സ് റേസ് ടു n മുകളിലും ഉണ്ടാവില്ല എക്സ് റേസ് ടു n ടേം. അതെ, അപ്പൊ എക്സ് അതും റേസ് ടു ഇതുമല്ലേ n പ്ലസ് 1 ക്യാൻസൽ? എന്താ? എക്സ് റേസ് ടു n ഇൻറ്റു എക്സ് എന്നല്ലേ? അപ്പോൾ എക്സ് എൽ ഉണ്ടാവുക, n പ്ലസ് 1 ആണ് ഉണ്ടാവുക അല്ലേ? എക്സ് എൽ ഉണ്ടാവുക. അപ്പോൾ പി മൈനസ് n, ഇത് മൊത്തം ഈ എല്ലാ ടേംസും കട്ട് ചെയ്ത് പോകുമ്പം നമുക്ക് കിട്ടുക പി മൈനസ് n ബൈ, ഇത് കട്ടാകുമ്പോൾ എന്താ വരിക? n പ്ലസ് 1 ഫാക്ടോറിയൽ ബൈ n ഫാക്ടോറിയൽ ഉണ്ട്. n പ്ലസ് 1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ n പ്ലസ് 1, n ഫാക്ടോറിയൽ ഇൻറ്റു n പ്ലസ് 1 ആണ് n പ്ലസ് 1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് n പ്ലസ് 1 താഴെ വരും അല്ലേ? n പ്ലസ് 1 ഇൻറ്റു എക്സ് വരും. സോ ദിസ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു, ദിസ് ക്യാൻ ബി റിട്ടൺ, സോറി, അത് നിങ്ങൾക്ക് ചെയ്യാൻ അറിയുന്നതെന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ ലിമിറ്റ്, അപ്പം എക്സ് ഇസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദിസ്, സോ മോഡ് എക്സ് ഇൻറ്റു, മിനിറ്റ്, അതിടക്ക് സ്റ്റെപ്പ് ആകുമ്പോൾ ഇങ്ങനെ വരും, മോഡ് എക്സ് ഇൻറ്റു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി മോഡ് പി മൈനസ് n ബൈ n പ്ലസ് 1. എന്താ വരിക? അത് ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? എൽ ഹോസ്പിറ്റൽ വെച്ച് അല്ലെങ്കിൽ ഇങ്ങനെ എഴുതി കൂടെ? ഇതിനെ n കോമൺ എടുക്കുകയാണെങ്കിൽ n ഇൻറ്റു പി ബൈ എൻ മൈനസ് 1 ബൈ n ഇൻറ്റു 1 പ്ലസ് 1 ബൈ n എഴുതാം. അപ്പം അത് ലിമിറ്റ് മോഡ് എക്സ് ഇൻറ്റു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി, ഇപ്പോൾ n ക്യാൻസൽ ആവും. മോഡ്ലെസ്സും കൂടി ഉണ്ട്. അപ്പോൾ ഇത് ഈക്വൽ ടു 1 ആണ് വരിക, മോഡ് എക്സ് വരും അല്ലേ? ഈ പോർഷൻ 1 ആയി പോവും. മോഡ് എക്സ് വരും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എന്താ കിട്ടുന്നത് വെച്ചാൽ, അതെ, മോഡ് എക്സ് ആണ് നമ്മളെ, അപ്പോൾ നമുക്ക് മോഡ് എക്സ് കിട്ടി അല്ലേ? അതെന്തായിരുന്നു? അത് എല്ലായിരുന്നു, എല്ലാണ് മോഡ് എക്സ്. അപ്പോൾ റേഷ്യോ ടെസ്റ്റ് വെച്ച് പറയുന്നത് എന്താ വെച്ചാൽ, മോഡ് എക്സ് എൽ ലെസ് ദാൻ 1 ആണെങ്കിൽ കൺവേർജ് ചെയ്യും, എൽ ലെസ് ദാൻ 1 കൺവേർജ് ചെയ്യും, n ഗ്രേറ്റർ ദാൻ 1 ഡൈവേർജ് ചെയ്യും. അപ്പോൾ നമുക്ക് എൽ കിട്ടിയ മോഡ് എക്സ് എന്നാണ്. അപ്പോൾ മോഡ് എക്സ് ലെസ് ദാൻ 1 ആകുമ്പോൾ നമ്മളെ സീരീസ് കൺവേർജ് ചെയ്യും, മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ എൽ, അതായത് എൽ നമുക്ക് മോഡ് എക്സ് എന്നാണ് കിട്ടിയത്, മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ അത് ഡൈവേർജ് ചെയ്യും. അപ്പോൾ ശരിക്കും നമുക്ക് കിട്ടിയ ഈ സീരീസ് ശരിക്കും മോഡ് എക്സ് ലെസ് ദാൻ 1 കൺവേർജൻ്റ് ആണ്. അപ്പോൾ നമുക്ക് 1 പ്ലസ് എക്സ് റേസ് ടു പി എന്ന് പറഞ്ഞ ആ ഒരു ഫംഗ്ഷൻ്റെ -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1, -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 ശരിക്കും അതിൻ്റെ പവർ സീരീസ് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. നമ്മൾ പ്രൂവ് ചെയ്തു, കാരണം അത് കൺവേർജ് ചെയ്യുന്നുണ്ട്, ആ പെർട്ടിക്കുലർ റീജിയനിൽ അത് കൺവേർജ് ചെയ്യുന്നുണ്ട്. ആ കൺവേർജ് ചെയ്യുന്നത് ഈ ഫംഗ്ഷനിലേക്കായിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്യുമ്പം ഇതും കൂടി കാണണം. അപ്പോൾ ഇത്ര ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ടില്ല. കംപ്ലീറ്റ് ആവണമെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ സാധനം അത് ആ റീജിയനിൽ, തന്നിരിക്കുന്ന റീജിയനിലോ അല്ലെങ്കിൽ ഏത് റീജിയനിലാണോ കൺവേർജൻ്റ് ആവുന്നത് അതും കൂടി മെൻഷൻ ചെയ്താൽ മാത്രമേ നമുക്ക് ആ പ്രോബ്ലം കംപ്ലീറ്റ് ആവുന്നുള്ളൂ. അതായത് ആ ഫംഗ്ഷൻ്റെ പവർ സീരീസ് റെപ്രസെൻറ്റേഷനാണ് നമ്മളിപ്പോൾ കണ്ടുപിടിക്കുന്നത്. ഏത് റീജിയനിലാണ് അത് വാലിഡ് ആയിരിക്കുന്നതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ശരിക്കും ഒരു ബൈനോമൽ സീരീസ് ആണ്, നമ്മൾ ബൈനോമൽ സീരീസ് എന്ന് വിളിക്കും. അപ്പോൾ ആ രീതിയിലാണിത് ചെയ്യേണ്ടത്. ഓക്കെ, സോ നമ്മൾ ഇന്നിപ്പോൾ കണ്ടത് ജസ്റ്റ് വൈൻഡ് അപ്പ് ചെയ്യാം. ഇന്ന് നമ്മൾ കണ്ടത് എന്താ വെച്ചാൽ, ജസ്റ്റ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൻ്റെ കുറച്ച് വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്രഷപ്പ് ചെയ്തു. അതിനുശേഷം നമ്മൾ പവർ സീരീസ് സൊല്യൂഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കാമെന്ന് നോക്കി. അതിലൊരു പ്രോബ്ലം നമ്മൾ ചെയ്തു, പവർ സീരീസ് സൊല്യൂഷൻ കണ്ടു.
അതുപോലെ രണ്ടാമത്തെ ഒരു സംഭവം നമ്മൾ ചെയ്തത് എന്താ വെച്ചാൽ നമ്മൾ ഈ പവർ സീരീസ് സൊല്യൂഷൻ കാണുന്ന ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫങ്ഷൻസിൻ്റെ പവർ സീരീസ് എക്സ്പാൻഷൻ കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കി. അത് ഏത് റീജിയനിലാണ് അത് വാലിഡ് ആയിട്ടുള്ളത്, ആ റീജിയനിൽ നമുക്ക് ആ റീജിയൻ ഓഫ് കൺവേർജൻസും നമുക്ക് കണ്ടുപിടിക്കാവുന്ന ടെക്നിക്ക് നമ്മൾ നോക്കി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, സോ if you have any doubts you can ask. Yeah, otherwise we will wind up for today. അപ്പോൾ ഈ ക്ലാസ് ഞാൻ എന്തായാലും റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഞാൻ അത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പിന്നീട് റെഫർ ചെയ്യാം. അപ്പോൾ ഈ നോട്ട്സൊക്കെ ഞാൻ എന്തായാലും നമുക്ക് ഷെയർ ചെയ്ത് തരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഈ നോട്ട്സ് ഷെയർ ചെയ്ത് തരുന്നുണ്ട്. പക്ഷേ ഈ നമ്മൾ ഈ എക്സ്ട്രാ എഴുതുന്ന കാര്യങ്ങൾ, ഞാനിപ്പോൾ എഴുതുന്ന കാര്യങ്ങൾ, ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എഴുതുന്ന കാര്യങ്ങൾ ഇപ്പം സേവ് ആയിക്കോണമെന്നില്ല, അപ്പോൾ അതൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഞാനത് അഥവാ തന്നെ ഞാൻ സേവ് ആക്കി നിങ്ങൾക്ക് അയച്ചാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല, മൊത്തം കുത്തിവരട്ട് വെച്ചുണ്ടാവും. അതുകൊണ്ട് ഞാൻ ആദ്യം എഴുതിയ നോട്ട്സ് നിങ്ങൾക്ക് അയച്ചു തരാം. ഓക്കെ, ആദ്യം ഞാൻ എഴുതുന്ന നോട്ട്സ് നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട്. ഓക്കെ, സോ ഇഫ് യു ഹാവ് nothing else we will wind up for today. Thank you, sir. Okay, so thank you.